നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിരാജന്തം ത്രിനയനെ വള്ളീസേനാപതിം പ്രഭും വാഞ്ചിതാർത്ഥപ്രദം വന്ദേ ഷൺമുഖം കുലദൈവതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ. ഗുരുവായൂരപ്പ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അക്ഷരസ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാനെ രണ്ടു വിധത്തിൽ അറിയാൻ സാധിക്കും എന്ന് മേൽപ്പത്തൂർ പറയും. നേത്രൈ ശ്രോത്രൈശ്ചപീത്വ. കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം കാണാം, ചെവി കൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തിനെ അറിയാം, കേൾക്കാം. രണ്ടു വിധത്തിലാണ് ഈശ്വര സ്വരൂപത്തിനെ അറിയാൻ സാധിക്കുക. അതിൽ ഭഗവാന്റെ കേൾക്കാവുന്ന സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഈശ്വര സ്വരൂപമാണ്. നമ്മളും ഈശ്വര സ്വരൂപികളാണ്. ഈശ്വരനല്ലാതെ അല്ലെങ്കിൽ ബ്രഹ്മമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ടാക്കി തരലാണ്, കേൾപ്പിച്ചു തരലല്ല.
ആദ്യം ശ്രവണത്തിൽ കൂടി അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ സത്യം പരം ധീമഹി എന്നാ പറഞ്ഞത്. ആ പരമമായ സത്യം തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ ആ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ആ ശ്ലോകം ആരംഭിച്ചത് ജന്മാദ്യസ്യ യഥാ, ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഏതിലാണോ നിലനിൽക്കുന്നത്, ഏതിലേക്കാണോ ലയിക്കുന്നത്, അത് ആ പരമസത്യമാണ്. അപ്പോൾ ഈ പരമസത്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി അനേകം കഥകളിൽ കൂടി ഭാഗവതം ശ്രമിക്കുകയാണ്. അതിൽ 10 ലക്ഷണങ്ങളാണ് ഭാഗവതത്തിൽ നമ്മൾ ഇന്നലെ കേട്ട് കാണും. 10 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുഗത, നിരോധം, മുക്തി, ആശ്രയം. 10 ലക്ഷണങ്ങളാണ്. അതിൽ ആദ്യത്തെ ലക്ഷണമാണ് സർഗം. ഈ സർഗം എന്നുള്ള ലക്ഷണം ആരംഭിക്കുന്നത് 3-ാമത്തെ സ്കന്ധത്തിലാണ്. ഇപ്പം ഇന്നത്തെ നമ്മുടെ പ്രഭാഷണ വിഷയം 3-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെയാണ്. വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ഭാഗം. ഭാഗവതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഏറ്റവും വിഷമമുള്ള ഭാഗമാണ് ഈ 3-ാമത്തെ സ്കന്ധം. അതിൽ പ്രത്യേകിച്ച് സൃഷ്ടി വർണ്ണന, കാലഗണന, ഇതൊക്കെ വളരെ പ്രയാസമാണ് മനസ്സിലാക്കാൻ. സാമാന്യ രീതിയിൽ പെട്ടെന്നൊന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനോ കുറച്ച് സമയം കൊണ്ട് സാധിക്കില്ല. കാരണം അത്ര വിപുലമാണ് ആ വിഷയം. ഭാഗവതത്തിൽ എല്ലാ അധ്യായത്തിൻ്റെ അവസാനത്തിലും ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ എന്ന് പറയുന്നുണ്ട്, മഹാപുരാണം എന്ന് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ പുരാണമാണോ ശാസ്ത്രമാണോ എന്ന് വെച്ചാൽ രണ്ടുമാണ്. അതിൽ ശാസ്ത്രീയമായി ഈ തത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരും ഈ 3-ാമത്തെ സ്കന്ധം. 2-ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടികളെ പറഞ്ഞ് അവസാനിപ്പിച്ചു 2-ാമത്തെ സ്കന്ധത്തിൽ. 3-ാമത്തെ സ്കന്ധത്തിൽ പാത്മകൽപ്പത്തിലെ സൃഷ്ടികൾ പറയുകയാണ്. 2-ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം പറഞ്ഞു പാത്മം കൽപ്പം അധാശ്രണു, പാത്മകൽപ്പത്തിനെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. എന്താ ഈ കൽപ്പം എന്ന് പറഞ്ഞാൽ? കൽപ്പം എന്നുള്ള വാക്കിന് ബ്രഹ്മാവ് കൽപ്പന ചെയ്തതെന്നർത്ഥം. കൽപ്പം എന്നുള്ള വാക്ക് ബ്രഹ്മാവ് കൽപ്പന ചെയ്തത്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിനെയാണ് കൽപ്പം എന്ന് പറയാം. അപ്പം ഈ വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ. കഥയിലേക്ക് കടന്ന് കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം 1000 ചതുര്യുഗങ്ങളാണ്. 1000 ചതുര്യുഗം. ഒരു ചതുര്യുഗം എന്ന് പറഞ്ഞാലോ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് 4 ചേർന്നതാണ് ഒരു ചതുര്യുഗം. ഇങ്ങനെയുള്ള 1000 ചതുര്യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. 1000 ചതുര്യുഗം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ഇപ്പം 2000 ചതുര്യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അല്ലെങ്കിൽ 8000 യുഗം, നമ്മളുടെ കണക്കിന് 8000 യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഇതിനെ മനുഷ്യവർഷമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ 43,20,000 വർഷം വരും ഒരു ചതുര്യുഗം. അങ്ങനെയുള്ള 1000 ചതുര്യുഗം ഒരു ബ്രഹ്മാവിന് ഒരു പകല്, 1000 ചതുര്യുഗം രാത്രി. ഇങ്ങനെയുള്ള 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ഇതൊക്കെ ഒന്ന് ആദ്യം മനസ്സിൽ വരണം. ഇങ്ങനെയുള്ള 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് വരെയുള്ള കാലത്തിനാണ് പരാർത്ഥം എന്ന് പറയുക. 2 പരാർത്ഥം കൂടും ബ്രഹ്മാവിൻ്റെ ആയുസ്. 2 പരാർത്ഥം. പരാർത്ഥം എന്ന് പറഞ്ഞ ഒരു സംഖ്യയാണ്. പരാർത്ഥം ഒരു സംഖ്യയാണ്. ഒരക്കം ഇട്ടിട്ട് അതിൻ്റെ വലതുഭാഗത്ത് 17 പൂജ്യം ഇടണം പരാർത്ഥം എന്നുള്ള സംഖ്യ കിട്ടാൻ. 1 ഇട്ടാൽ 10, 2 ഇട്ടാൽ 100, 3 ആയാൽ 1000, ഇങ്ങനെ കണക്കുണ്ടല്ലോ. അങ്ങനെ 17 പൂജ്യം ഇടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് പരാർത്ഥം. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് 2 പരാർത്ഥമാണ്. അപ്പോൾ ബ്രഹ്മാവ് ഉണ്ടായ ദിവസത്തിനാണ് ബ്രാഹ്മകൽപ്പം എന്ന് പറയുക. ബ്രഹ്മാവ് ഉണ്ടായ ദിവസം. ഇത് 2-ാമത്തെ സ്കന്ധത്തിൽ സൃഷ്ടി പറയുമ്പോൾ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിനെ വർണ്ണിച്ച് അതിൻ്റെ സത്യലോകത്തിൽ ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറയും. സത്യലോകത്തിലെ ബ്രഹ്മാവാണ് ആദ്യം തപാ എന്ന് കേട്ടതും തപസ് ചെയ്തതൊക്കെ ആ ബ്രഹ്മാവാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു, ജ്ഞാനശക്തി ഉപദേശിച്ചു കൊടുത്തു. അതെന്താ? ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ 3 ശക്തികൾ വേണം. പ്രധാനമായിട്ടും 3 ശക്തികൾ വേണം. ഒന്ന് ജ്ഞാനശക്തി, 2ാമത് ദ്രവ്യശക്തി, 3ാമത് ക്രിയാശക്തി. വേണ്ടേ? ഒരു സൃഷ്ടിക്ക് ആദ്യം എന്താണ് സൃഷ്ടിക്കാൻ പോണത് നമ്മൾ അറിയണം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താ എൻ്റെ ലക്ഷ്യം, അത് ആദ്യം അറിയണം. 2ാമത് അതിന് വേണ്ട സാധനങ്ങൾ വേണം. വേണ്ടേ? 3ാമത് ഇത് തമ്മിൽ കൂടിച്ചേരണം. ഇപ്പോൾ ഒരാൾക്ക് കാപ്പി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് നിത്യപരിചയമുള്ളൊരു ഉദാഹരണം. ആദ്യം തന്നെ കാപ്പി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയണ്ടേ? ഈ കാപ്പി എന്ന് പറഞ്ഞ സാധനം എന്താ? അത് കുടിക്കാനുള്ളതാണോ, കുളിക്കാനുള്ളതാണോ, മേത്ത് കഴിക്കാനുള്ളതാണോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം കാപ്പി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയണം.
രണ്ടാമത് അതിന് പാലും പഞ്ചസാരയും കാപ്പിപ്പൊടിയും വെള്ളവും സാധനങ്ങളൊക്കെ വേണം. മതിയോ? ഇത് തമ്മിൽ കൂടിച്ചേരണ്ടേ? കൂട്ടിച്ചേർക്കുന്നൊരു ശക്തി വേണ്ടേ? അപ്പം ഇങ്ങനെ ഒരു ജ്ഞാനശക്തിയും ദ്രവ്യശക്തിയും ക്രിയാശക്തിയും ചേരുമ്പോഴേ സൃഷ്ടി നടക്കും. അപ്പം ചതുശ്ലോകി ഭാഗവത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ജ്ഞാനശക്തി ഉപദേശിച്ചു കൊടുത്തു എന്നാണ് വിചാരിക്കുക. അഹമേവാസമേവാഗ്രേ തുടങ്ങിയിട്ട് 4 ശ്ലോകം. അത് രാമകൽപ്പത്തിൽ നടന്ന കഥയാണ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് വളരെ കാലം തപസ് ചെയ്തു. 50 കൊല്ലം അങ്ങനെ കടന്നുപോയി എന്നാണ്. പിന്നെ നമ്മൾ ബ്രഹ്മാവിനെ കാണുന്ന ആത്മകൽപ്പത്തിലാണ്. ആത്മകൽപ്പത്തിലെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു താമരപ്പൂവിൽ ബ്രഹ്മാവ് ഉണ്ടായി എന്നാണല്ലോ കഥ. ഭഗവാന്റെ നാഭിലൊരു താമരപ്പൂ ഉണ്ടായി, ആ താമരപ്പൂവിൽ ബ്രഹ്മാവുണ്ടായി. അതുകൊണ്ടാണ് പാത്മകൽപ്പം. പത്മം എന്ന് വെച്ചാൽ താമര. അപ്പോൾ ബ്രഹ്മാവിന് 50 വയസ്സായി. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ബ്രഹ്മാവിൻ്റെ 51ാമത്തെ വയസ്സിലെ ആദ്യത്തെ ദിവസത്തിലാണ്. അപ്പോൾ ഇന്നലെയായിരുന്നു ബ്രഹ്മാവിൻ്റെ പിറന്നാൾ. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്നല്ല അർത്ഥം. ഇന്നലെയായിരുന്നു ബ്രഹ്മാവിൻ്റെ പിറന്നാൾ. അപ്പോൾ പിറന്നാൾ കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണിത്. ഈ കൽപ്പത്തിൻ്റെ പേരാണ് വരാഹകൽപ്പം. ഇപ്പോൾ പുരാണങ്ങളിലൊക്കെ പൊതുവേ ഈ 3 കൽപ്പത്തിലെ കഥകളെ കാണുള്ളൂ. ഇതിനിടയ്ക്കുള്ള കഥകളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ബ്രഹ്മാവിൻ്റെ എല്ലാ ദിവസങ്ങൾക്കും പേരുണ്ടാവാം, പക്ഷെ ആ പേരുകളൊന്നും നമുക്ക് പുരാണത്തിൽ നിന്ന് കിട്ടില്ല. 3 കൽപ്പത്തിലെ കഥകളാണ് പുരാണങ്ങളിൽ കാണുക. ആദ്യം ബ്രാഹ്മകൽപ്പം, ബ്രഹ്മാവ് ഉണ്ടായത്. രണ്ടാമത് പാത്മകൽപ്പം, ബ്രഹ്മാവിൻ്റെ 50 വയസ്സ്. വരാഹകൽപ്പം 51ാമത്തെ വയസ്സിലെ ആദ്യത്തെ ദിവസം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന വരാഹകൽപ്പത്തിലാണ്. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സ് തുടങ്ങി. അപ്പോൾ ഈ ആത്മകൽപ്പത്തിൽ ബ്രഹ്മാവുണ്ടായ കഥയാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കാൻ പോണത്. ബ്രാഹ്മകൽപ്പത്തിലെ ബ്രഹ്മാവിൻ്റെ കഥയാണ് ഇന്നലെ കേട്ടത്. ഇത് ആത്മകൽപ്പത്തിലെ ബ്രഹ്മാവിൻ്റെ കഥയാണ്. ഈ കഥ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് പറയണത്. മഹാഭാരത യുദ്ധം തുടങ്ങാറായ സമയത്ത് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയി. കാരണം വിതുരൻ്റെ സഹോദരന്മാരുടെ മക്കൾ തമ്മിലാണ് കലഹം. ധൃതരാഷ്ട്രൻ്റെയും പാണ്ഡുവിൻ്റെയും മക്കൾ തമ്മിലാണല്ലോ കലഹം. അപ്പോൾ വിതുരൻ ഒത്തുതീർപ്പിനൊക്കെ ശ്രമിച്ചു. വിതുരനീതിയൊന്നും ആരും കേൾക്കാൻ തയ്യാറായില്ല. വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ്. അങ്ങനെയാണ് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടതും വളരെ കാലത്തിന് ശേഷം യമുനാതീരത്ത് വെച്ച് ഉദ്ധവനെ കണ്ടുമുട്ടിയതും ഉദ്ധവനിൽ നിന്ന് ഭഗവാന്റെ സ്വധാമഗമനമൊക്കെ അറിഞ്ഞ് വിതുരൻ ഉദ്ധവന്റെ നിർദ്ദേശം അനുസരിച്ച് മൈത്രേയ മഹർഷിയുടെ സമയത്തേക്ക് പോവുകയാണ്. ദ്വാരിദ്വിനദ്യാം ഋഷഭക്കുരൂണാം മൈത്രേയമാസീനം അഗാധബോധം. ഗംഗാതീരത്ത് പരമസാത്വികനായി പരമസമാധി അനുഭവിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൈത്രേയ മഹർഷിയുടെ മുമ്പിൽ ചെന്ന് വിതുരൻ ചോദിച്ചു, സുഖായ കർമാണി കരോതി ലോകോ നവൈ സുഖം വാന്യതുപാരമം വാ ബിന്ദേത ഭൂയ തദയേവ ദുഃഖം യതത്രയുക്തം ഭഗവൻ വദേന്ന. ഈ ലോകത്തിലെ സകല ആളുകളും സുഖം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, ആർക്കും സുഖം കിട്ടുന്നില്ല. എന്താണ് ഇതിന് കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളാണല്ലോ. അപ്പോഴാണ് വിതുര മഹാശയന് മൈത്രേയ മഹർഷി ഈ ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടിയല്ല ആത്മകൽപ്പത്തിലെ സൃഷ്ടി. ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ആത്മകൽപ്പത്തിലെ സൃഷ്ടി പറയാൻ പോകണം. അപ്പോൾ വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ആത്മകൽപ്പം വർണ്ണിക്കുന്നതെന്നർത്ഥം. ശുഖപരീക്ഷ സംവാദ രൂപത്തിലല്ല, വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണത് 8ാമത്തെ അധ്യായമാണ്, 3ാമത്തെ സ്കന്ധത്തിൽ. 7ാമത്തെ അധ്യായത്തിൽ ഏതാണ്ട് ഒരു 17 ശ്ലോകത്തിൽ വിതുരൻ അനേകം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ പുരാണങ്ങളൊക്കെ സംവാദ രൂപത്തിലാണ്. ഇപ്പം ഭഗവത്ഗീത ശ്രീകൃഷ്ണ അർജുന സംവാദേ സംവാദമാണ്. ഭാഗവതം ശുഖപരീക്ഷ സംവാദേ സംവാദം വിവാദം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. സംവാദം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. വിവാദം എന്ന് പറഞ്ഞാലോ തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിവാദമാവും. അപ്പോൾ ഇവിടെ ശുഖപരീക്ഷ അതല്ല, വിതുര മൈത്രേയ സംവാദമാണ്. വിതുരൻ മൈത്രേയ മഹർഷിയോട് അനേക ചോദ്യങ്ങൾ, ഏതാണ്ട് 17 ശ്ലോകമുണ്ട് അവിടെ ചോദ്യങ്ങളാണ്. 7ാമത്തെ അധ്യായത്തിൽ ഏതാണ്ട് 17 ശ്ലോകങ്ങളിലാണ് ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യം കേട്ടപ്പോൾ മൈത്രേയ മഹർഷിക്ക് വളരെ സന്തോഷമായി. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കണതാണ്. കാരണം നല്ല ചോദ്യങ്ങൾ ചോദിച്ചാലേ നല്ല മറുപടികൾ പറയാൻ അവസരം ഉണ്ടാവുള്ളൂ. അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയില്ല ആചാര്യന്മാർ, ശിഷ്യന്മാരും അങ്ങനെ തന്നെ. അപ്പം ചോദ്യം വളരെ നന്നായി. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെയും ചോദ്യം അതിന് മറുപടി പറയാൻ സാധിക്കുന്ന തന്നെയും ഒന്ന് അഭിനന്ദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൽസേവനീയോ ബദ പൂർവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാന
ബഭൂവിദേഹാചിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യഭീഷ്ണം. ഈശ്വരകഥകൾ പദേ പദേ നൂതനയാ, പറയുന്തോറും പുതുമ വർദ്ധിക്കും ഈശ്വരകഥകൾക്ക്. അതുകൊണ്ടാണ് അതിന് പുരാണം എന്നൊരു വാക്ക്. പുര ഇതി നവം, എപ്പോഴും പുതുമയുള്ളതാ. സ്വാദുസ്വാദ് പദേ പദേ. ഈശ്വരകഥകൾ പറയുന്നതും മധുരമാണ്, കേൾക്കുന്നതും മധുരമാണ്. ഓരോ പ്രാവശ്യം കഥ പറയുമ്പോഴും പറയുന്ന ആൾക്കും ആ മാധുര്യം അനുഭവപ്പെടും, കേൾക്കുന്നവർക്കും അനുഭവപ്പെടും. അത് മാത്രമല്ല, വാക്ക് വാക്കാവുന്നത് ഈശ്വരകഥ പറയുമ്പോഴല്ലേ. സാ വാഗ്യയാതസ്യ ഗുണൻ ഗൃണീതേ. കുചേലവൃത്തത്തിൽ പറയും, ഏതൊരു വാക്കാണോ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നത് അതാണ് വാക്ക്. അല്ലാതെ നമ്മൾ നേരം വിളിച്ചായാൽ വൈകുന്നേരം ആവണ വരെ ഇങ്ങനെ വായിട്ട് അലയ്ക്കണ്ടല്ലോ. ഇതൊന്നും വാക്കായിട്ട് കണക്കാക്കിയിട്ടില്ല ആചാര്യന്മാർ. പദേ പദേ നൂതനയസ്യഭീഷ്ണം. ഓരോ വാക്കും മധുരമാണ്, പറയുന്തോറും മാധുര്യം വർദ്ധിക്കും. കേൾക്കുന്നവർക്കും മാധുര്യം കൂടും, പറയുന്നവർക്കും ആ സ്വാദ് ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതലേ ഒരു കഥ പറയാണ്. ഈ മൈത്രേയ മഹർഷിക്ക് എങ്ങനെ കിട്ടി ഈ അറിവ്? ഈ അറിവ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണ്ടേ. നമ്മളുടെ സംസ്കാരത്തിൽ ഗുരുപരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ സ്വന്തം അഭിപ്രായം ആയിട്ട് ഭാഗവത്തിൽ ഒരു സ്ഥലത്തും കാണില്ല. ഏത് ചോദ്യത്തിനും ഉത്തരം പറയുമ്പോൾ പണ്ട് ഞാൻ കേട്ടത് അങ്ങേക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അവിടെ കേട്ട സംഭാഷണം ഞാൻ ഉദ്ധരിച്ച് കേൾപ്പിക്കാം, ഇങ്ങനെ പറയും. അതെന്താ അതിന് കാരണം? നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരമുണ്ട്, പറയുമ്പോൾ നമുക്കും ഒരു അഹങ്കാരമുണ്ട്. എന്താ? ഈ ചോദ്യം ഇതിനു മുമ്പ് ആരും ചോദിക്കാത്ത ചോദ്യമാണ്, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക. പറയണ ആൾക്ക് എന്താ അഹങ്കാരം വരാമെന്നറിയോ? ഈ ഉത്തരം ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യം പറയാൻ പോവാ. ആ ഒരു അഹങ്കാരം പോകണം. ഈ ചോദ്യമൊക്കെ പണ്ടേ ചോദിച്ചു കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം പോകും. അതുമാത്രമല്ല, ഗുരുവിൽ കൂടി കിട്ടുന്ന ജ്ഞാനത്തിന് ഒരു ആധികാരികത, ഒരു പ്രാമാണികതയുള്ളൂ. എൻ്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ അത് പ്രാമാണികമല്ല. ഗുരുപരമ്പരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം. അപ്പോൾ ദക്ഷിണാമൂർത്തിയിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാന പരമ്പരയാണ് ഇന്നും ഭാരതത്തിലുള്ളത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ മാത്രമേ ഈ ഗുരുസങ്കല്പമുള്ളൂ. ഒരു രാജ്യത്തും ഈ ഗുരു ടീച്ചേഴ്സ് ഉണ്ട്, ഗുരുവില്ല. ഗുരു എന്നുള്ള സങ്കല്പം നമുക്കേ ഉള്ളൂ. അപ്പോൾ മൈത്രേയ മഹർഷി തനിക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ആ ഒരു പരമ്പരയാണ് 7ാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ പറയാം. ഇത് ആദ്യം പ്രോക്തം കിലൈതൽ ഭഗവത്തമേന നിവൃത്തിധർമ്മ അഭിരതായ തേന സനൽകുമാരായ. സാക്ഷാൽ സംഘർഷണമൂർത്തി സനൽകുമാര മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്താണ് ഈ തത്വം. അല്ലെങ്കിൽ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം സംഘർഷണമൂർത്തി സനൽകുമാര മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. സനൽകുമാര മഹർഷി അത് സാംഖ്യായന് ഉപദേശിച്ചു കൊടുത്തു. സാംഖ്യായനൻ അത് പരാശരന് ഉപദേശിച്ചു കൊടുത്തു. പരാശരൻ അത് ബൃഹസ്പതിക്ക് ഉപദേശിച്ചു കൊടുത്തു. ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ഈ മൈത്രേയൻ. അപ്പോൾ മൈത്രേയ മഹർഷിക്ക് ഈ ജ്ഞാനം അവിടെ നിന്ന് കിട്ടിയതാണെന്ന് അർത്ഥം. സംഘർഷണമൂർത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഈ അറിവ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ഒരു ഗുരുമുഖത്ത് നിന്ന് ഞാൻ പഠിച്ചതാണെന്ന് അർത്ഥം. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് പറയുമ്പോഴേ അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും ശരി, പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങൾ, അപ്പോൾ നമുക്കൊരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അയാളുടെ ആ രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഗുരുപരമ്പരയിൽ കൂടി വന്നതാണോ അതോ തന്നെത്താൻ ഉണ്ടായതാണോ എന്ന് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഗുരുപരമ്പരയിൽ കൂടി വരുമ്പോഴേ അതിന് ഒരു പ്രാമാണികതയുള്ളൂ. അപ്പോൾ ഈ ജ്ഞാനം എനിക്ക് ആ വഴിക്ക് കിട്ടിയതാണ്. ഇത് വിഷ്ണുപുരാണമാണ് അത്ര. ഇത് വിഷ്ണുപുരാണ ജ്ഞാനാണെന്നാണ്. വിഷ്ണുപുരാണത്തിനേക്കുള്ള വിഷ്ണുപുരാണവും ഭാഗവതവും തമ്മിൽ കൂടിച്ചേരാണ് ഇവിടെ. വിഷ്ണുപുരാണമാണ് ഈ മൈത്രേയ മഹർഷിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇത് സംഘർഷണമൂർത്തിയിൽ നിന്ന് ആരംഭിച്ച് സനകാദി മഹർഷിമാർ, സാംഖ്യായനൻ, പരാശരൻ, ബൃഹസ്പതി, അങ്ങനെയാണ് തനിക്ക് ഈ അറിവ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടാണ് ആത്മകൽപ്പത്തിലെ സൃഷ്ടിയെക്കുറിച്ച് പറയാൻ ആരംഭിക്കണമെന്ന് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ നാഭിയിലൊരു താമരപ്പുണ്ടായി. പ്രളയ സമയത്ത്, നൈമിത്തിക പ്രളയ സമയത്ത് ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിൽ കിടന്നു. അത് കഴിഞ്ഞ് കാലമാകുന്ന ശക്തി ഭഗവാനെ ഉണർത്തി. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ ഒരു താമരപ്പൂ ഉണ്ടായി എന്നാണ്. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാവിധിരാവിരാസിൽ സ്വയം പ്രബുദ്ധാഖില ജീവരാശി. മേൽപ്പത്തൂര്. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ. ഭഗവാന്റെ നാഭിയിൽ അത്യത്ഭുതകരമായ ഒരു താമര അങ്ങനെ ഉണ്ടായി അത്രേ. ആ താമരയിൽ ബ്രഹ്മാവുണ്ടായി. തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മാ വിധിരാവിരാസിൽ. പത്മജന്മാവിധി എന്താ അങ്ങനെ പറഞ്ഞത്? ആത്മകൽപ്പത്തിലെ ബ്രഹ്മാവ് എന്നർത്ഥം. ആദ്യത്തെ ബ്രഹ്മാവല്ല,
ഇത് പാത്മകൽപ്പത്തിലെ ബ്രഹ്മാവാണ്. പാത്മജന്മാവിരാസിൽ സ്വയം പ്രബുദ്ധ അഖില ജീവരാശി, സകല ജീവരാശികളെയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് ആ താമരപ്പൂവിലുണ്ടായി. ബ്രഹ്മാവിങ്ങനെ പരിഭ്രമിച്ച് 4 പാടം നോക്കിയപ്പോൾ ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ടായി എന്നൊക്കെയാണ്. അപ്പോൾ കുറച്ച് അന്വേഷണ ബുദ്ധി വന്നു ബ്രഹ്മാവിന്. ഞാൻ ആരാ, ഈ താമര എങ്ങനെ ഉണ്ടായി, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു വാസന ബ്രഹ്മാവിൻ്റെ മനസ്സിൽ വന്നു. ഈ അന്വേഷണ ബുദ്ധിയിൽ നിന്നേ ഞാനുണ്ടാവുള്ളൂ. അന്വേഷണ ബുദ്ധി ഇല്ലാത്തവർക്ക് ഞാനുണ്ടാവില്ല. ഇതാണല്ലോ മനുഷ്യൻ്റെ പ്രത്യേകത തന്നെ, അല്ലേ? മനുഷ്യന് മാത്രമേ അന്വേഷണ ബുദ്ധിയുള്ളൂ. മൃഗങ്ങൾക്ക് അന്വേഷണ ബുദ്ധിയില്ല. മൃഗങ്ങൾക്ക് തൽക്കാലം ഉണ്ടാകുന്ന ചോദനകളെ പൂർത്തീകരിക്കണം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. മനുഷ്യന് മാത്രമേ ഈ അന്വേഷണ ബുദ്ധിയുള്ളൂ. അതാണ് ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ ജനാനാം അസുജദ്വിഭു മാത്രാർത്ഥഞ്ച ഭവാർത്ഥഞ്ച ആത്മനേ കൽപ്പനായച്ച. ശ്രുതിഗീതയിൽ പറയും, ഈശ്വരൻ നമുക്ക് ഈ അന്വേഷണ ബുദ്ധി തന്നതാണ് നമ്മുടെ പുരോഗതിയുടെ അടിസ്ഥാനം, അല്ലേ? ആലോചിച്ച് നോക്കുക. 1000 കൊല്ലം മുമ്പ് പശുക്കൾ എങ്ങനെ ജീവിച്ചു അതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്തണ്ട. ഇന്നത്തെ പശുവിനെ നോക്കിയാൽ മതി. പക്ഷെ 1000 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നറിയണമെങ്കിലോ ഗവേഷണം നടത്തണം. അതിന് കാരണം എന്താ? മനുഷ്യന്റെ അന്വേഷണ ബുദ്ധി കൊണ്ടവൻ പുരോഗമിച്ചു. ഇത് തുടങ്ങി വെച്ച ബ്രഹ്മാവിനാണ് അന്വേഷണ ബുദ്ധി തുടങ്ങിയത്. ഞാൻ ആരാ, ഈ താമര എവിടെ നിന്നുണ്ടായി, ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ ബ്രഹ്മാവ് ചിന്തിച്ചു. വളരെ കാലം ബ്രഹ്മാവ് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയില്ല. ഇപ്പൊ ബ്രഹ്മാവ് തീരുമാനിച്ചു ഈ താമരയുടെ ഉൽപ്പത്തി സ്ഥാനം കണ്ടുപിടിക്കുക. അങ്ങനെ താമരയുടെ നാളങ്ങളിൽ കൂടി അദ്ദേഹം വളരെ കാലം സഞ്ചരിച്ചു. അത്രേ അനേക ലക്ഷം വർഷങ്ങൾ സഞ്ചരിച്ചിട്ടും ഒരു അവസാനം കാണാനില്ല. ഈ താമരയുടെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം തിരിച്ചു വന്നു. അന്വേഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ ആ സ്ഥാനത്തിരുന്ന് ഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി. പൂർവ്വസ്ഥാനത്തിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ തപസ് ചെയ്തപ്പോൾ ഹൃദയത്തിൽ തതോ നിവൃത്തോ അപ്രലബ്ധകാമ സ്വധിഷ്ണ്യമാസ്ഥായ പുനഃസദേവ സ്വധിഷ്ണ്യമാസ്ഥായ. തൻ്റെ സ്ഥാനത്തിരുന്ന് ബ്രഹ്മാവ് തപസ് ചെയ്തതാണ്. അങ്ങനെ തപസ് ചെയ്തപ്പോൾ കാലേന സോജ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയവഭാതം. സ്വയം തദന്തർഹൃദയ അവഭാതം. ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ സ്വരൂപം പ്രകാശിച്ചു വന്നു. അപ്പോൾ എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? ഈശ്വരനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, എവിടെയാ? അകത്ത്. അതാണ് ഗീതയിൽ അർജുനൻ ചോദിക്കില്ലേ, ഭഗവാൻ എവിടെയാ കാണുക? ഭഗവാന്റെ മേൽലാസം എവിടെയാ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ, സകല ജീവജാലങ്ങളുടെ ഉള്ളിൽ അഹം അഹം എന്നുള്ള ബോധസ്വരൂപമായി പ്രകാശിക്കുന്നത് ഏതോ അത് തന്നെയാണ് ഈശ്വരതത്വം. അതിനെ പുറത്തന്വേഷിച്ചാലല്ല കിട്ടുക. ആവൃത്ത ചക്ഷു, ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ ബ്രഹ്മാവ് ബാഹ്യമായ അന്വേഷണമൊക്കെ അടങ്ങി ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാവണം. ശ്രീനാരായണ ഗുരുദേവൻ പറയും, എല്ലാ അന്വേഷണവും കഴിഞ്ഞ് അസ്പന്ദമായ ആ ഭാവത്തിൽ വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിൽ തന്നെ ഭഗവാന്റെ സ്വരൂപം അങ്ങോട്ട് പ്രകാശിച്ചു ബ്രഹ്മാവിന്. ആ ബ്രഹ്മാവ് കണ്ട രൂപത്തിന് അതിമനോഹരമായിട്ടൊരു 9 ശ്ലോകത്തിൽ അവിടെ വർണ്ണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ, ശ്ലോകങ്ങളൊക്കെ എടുത്താൽ തീരില്ല. 9 ശ്ലോകത്തിൽ അവിടെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ ഒരു പച്ചക്കൽ പർവ്വതം പോലെ വർണ്ണിക്കുകയാണ്. ഒരു ഇന്ദ്രനീല പർവ്വതം പോലെയാണ്. അവിടെ നദികൾ, മരങ്ങൾ, വള്ളികൾ, ഭഗവാന്റെ സ്വരൂപം. അപ്പം ശരിക്കും ഭഗവാന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ പറയാറുണ്ട്, നീലമേഘ ശ്യാമളൻ എന്നൊക്കെ പറയും, അല്ലേ? ഭഗവാന്റെ നിറം നീലയാണോ മേഘത്തിൻ്റെ നിറമാണോ? മേഘത്തിൻ്റെ നിറം കറുപ്പല്ലേ? അപ്പോൾ നീല നിറമാണോ കറുപ്പ് നിറമാണോ ഭഗവാന്റെ നിറം? ചിലപ്പോൾ നമ്മളൊരു പാട്ട് പാടും, പച്ചക്കൊല്ലാത്ത തിരുമേനി എന്നിൻ്റെ പിച്ചക്കളികളും കാണുമാറാകണം. ഇപ്പോൾ ഭഗവാന്റെ നിറം പച്ചക്കല്ലായി. ഇപ്പം ഏതാ ശരി? പച്ചയാണോ നീലയാണോ കറുപ്പാണോ? അതാ ശരി? ഇതെല്ലാം കൂടി ചേർന്ന ഒരു നിറമാണത്രേ. പച്ചയും കറുപ്പും നീലയും കലർന്ന ഒരു തമാല വർണ്ണം എന്നൊക്കെ അതിന് പറയും. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ രൂപം ബ്രഹ്മാവ് കണ്ടു. 9 ശ്ലോകത്തിലാണ് ആ രൂപത്തിനെ മനോഹരമായിട്ട് വർണ്ണിക്കുക. എന്നിട്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? പണ്ടൊരാൾ കഥ കേട്ടില്ലേ, അദ്ദേഹം നാരായണ ഭ്രാന്തനാണെന്നാണ് കേട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക അത്രേ. മനസ്സിലായില്ല 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 മനസ്സിലായില്ല, ഇതാണ് പാട്ട്. കുറെ കഴിഞ്ഞപ്പോൾ പാട്ട് മാറ്റി, മനസ്സിലായി 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 മനസ്സിലായി. എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു.
ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി അല്ലേ, ഒന്നും മനസ്സിലായില്ല എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അതാണ് ആദ്യ ശ്ലോകം തന്നെ. ജ്ഞാതോസിമേദ്യ സുചിരാൻ അനുദേഹഭാജാം നജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാണ്യത്വതസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണം വ്യതികരാദ്യതിരുർവിഭാസി. ജ്ഞാതോസി, ഇപ്പം എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? അങ്ങേ അറിയാൻ സാധിക്കില്ല എന്നിപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന്. അന്വേഷണം കൊണ്ട് അങ്ങേ അറിയാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞു. ഇപ്പം നമുക്കും ഇതൊരു പാഠമാണ്. ഈശ്വരനെ പുറത്ത് അന്വേഷിച്ചാൽ കിട്ടുന്നതല്ല. അന്വേഷണമൊക്കെ നല്ലതാണ്. പക്ഷേ എന്തിനാ ഈ അന്വേഷണം? അന്വേഷണം കൊണ്ട് കിട്ടില്ല എന്ന് അറിയാൻ അന്വേഷിക്കുന്നത് നല്ലതാണ് അല്ലേ? അന്വേഷണം കൊണ്ട് കിട്ടില്ല എന്ന് ബോധ്യപ്പെടും അന്വേഷണം നടത്തിയാൽ. നേരെ മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞാൽ എല്ലാ ജീവരാശികളുടെ ഉള്ളിലും ഈ ഈശ്വര സ്വരൂപമുണ്ട് നമുക്ക് മനസ്സിലാവും. അത് ബ്രഹ്മാവിന് മനസ്സിലായി. ബ്രഹ്മാവ് അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അവിടെ ബ്രഹ്മാവിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെ സ്തുതി ആയതുകൊണ്ട് അതിന് ഗാംഭീര്യം കൂടും. ഏതുത്വതീജ ചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരൈ ശ്രുതിവാദനീതം. ബ്രഹ്മാവിൻ്റെ വിചിത്രമായിട്ടൊരു പ്രയോഗമുണ്ട്. ജിഘ്രന്തി കർണവിവരൈ. ഘ്രാണിക്കുക എന്ന് വെച്ചാൽ വാസനിക്കുക എന്നർത്ഥം. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾക്കും പ്രത്യേകം ജോലിയാണ്. കണ്ണിന് കാണുക എന്നുള്ള ജോലി, ചെവിക്ക് കേൾക്കുക എന്നുള്ള ജോലി, നാക്കിന് രുചിക്കുക എന്നുള്ള ജോലി, ത്വക്കിന് സ്പർശിക്കുക എന്നുള്ള ജോലി, മൂക്കിന് ഘ്രാണിക്കുക എന്നുള്ള ജോലി. ഒരു ഇന്ദ്രിയത്തിന് ഒരു ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് ഘ്രാണിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് വാസനിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെവി കൊണ്ട് സ്വാദറിയാൻ പറ്റില്ല. ഒരു ഇന്ദ്രിയത്തിന് ഒരു ജോലിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇന്ദ്രിയത്തിന് മറ്റൊരു ഇന്ദ്രിയത്തിൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ജിഘ്രന്തി കർണവിവരൈ. ചെവി കൊണ്ട് ഘ്രാണിച്ചു എന്ന്. അത് പറ്റുമോ? ചെവി കൊണ്ട് ഘ്രാണിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? മൂക്കുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? മൂക്കുകൊണ്ട് കേൾക്കുക പറ്റില്ല. ചെവി കൊണ്ട് ഘ്രാണിക്കാൻ പറ്റില്ല. ഇവിടെ ജിഘ്രന്തി കർണവിവരൈ, ചെവി കൊണ്ട് ഘ്രാണിച്ചു എന്ന്. എന്താ? ത്വദീയ ചരണാംബുജകോശഗന്ധം. ഗുരുവായൂരപ്പ, അവിടുത്തെ ശ്രീപാദങ്ങളാകുന്ന താമരയുടെ ആ മനോഹരമായിട്ടുള്ള സുഗന്ധം ശ്രുതിവാദനീതം. വേദങ്ങളാകുന്ന കാറ്റ് കൊണ്ട് തരുമ്പോൾ, വേദങ്ങൾ ശബ്ദസ്വരൂപമാണ്. ശബ്ദം ചെവി കൊണ്ട് കേൾക്കും. ആ രൂപത്തിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അപ്പം ശബ്ദം കൊണ്ട് രൂപാവബോധം ഉണ്ടാവാം അല്ലേ? ഒരു ശബ്ദം കേൾക്കുമ്പോൾ രൂപത്തിനെ കുറിച്ച് നമുക്ക് ബോധ്യം. ആ പേര് ഇപ്പോൾ ആന എന്നുള്ള പേര് കേൾക്കണ്ട. ഒരാനയുടെ ചങ്ങലകൽക്കം കേട്ടാൽ ആനയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരില്ലേ? ആന എന്നുള്ള വാക്ക് കേൾക്കണ്ട. അപ്പുറത്തൂടെ ഒരു ആന പോകുമ്പോൾ അതിൻ്റെ ചങ്ങലയുടെ കിളുക്കം കേട്ടാലും ആന എന്നുള്ള രൂപം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ശബ്ദത്തിന് രൂപാവബോധം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ ശബ്ദത്തിന് ചെവിക്ക് ഘ്രാണിക്കാനും സാധിക്കും. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിന് ചിലപ്പോൾ മറ്റൊരു ഇന്ദ്രിയത്തിൻ്റെ ജോലി ചിലപ്പോൾ ചെയ്യാൻ പറ്റും. ജിഘ്രന്തി കർണവിവരൈ ശ്രുതിവാദനീതം. അതേപോലെ ലോകത്തിലെ ആളുകൾ, പൊതുവെ ജനങ്ങളൊക്കെ ഈ ഭഗവത് സ്വരൂപത്തിനെ ധ്യാനിക്കാതെ ലോകോ വികർമ്മനിരത കുശലപ്രമത്ത കർമ്മണ്യം ത്വദുദിതേ ഭവദർശനേശ്വേ. ലോകത്തിലുള്ള ആളുകളൊക്കെ അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കഥകളെ കേൾക്കാനോ നാമം ജപിക്കാനോ രൂപധ്യാനം ചെയ്യാനോ മടിച്ച് കുശലപ്രമത്ത, അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ വിഷയങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ. അവരൊക്കെ യസ്താവതസ്യ ബലവാനിഹ ജീവിതാശാം. മനുഷ്യന് എത്രത്തോളം ഈ ലോകസുഖങ്ങളിൽ ആസക്തിയുണ്ടോ അത്രയും കാലം അങ്ങയുടെ സ്വരൂപത്തിന് അറിയാൻ സാധ്യമല്ല എന്നർത്ഥം. അപ്പം എന്താ? മനസ്സെപ്പോഴാണോ ലോകവിഷയങ്ങളിൽ സുഖം കണ്ടെത്തുന്നത് അന്ന് ഈശ്വര സ്വരൂപത്തിന് അറിയാൻ നമുക്ക് വാസന ഉണ്ടാവില്ല. ഈശ്വര സ്വരൂപത്തിന് അറിയാനുള്ള വാസന വരണമെങ്കിൽ ലോകവിഷയങ്ങളിൽ ഒരു വൈരാഗ്യം വരണം, അതിൽ സുഖമില്ല എന്നുള്ള ബോധ്യം വരണം. അതുകൊണ്ട് സദ്യച്ഛിന്നത്യനിമിഷായ നമോസ്തു തസ്മൈ. അവിടുത്തെ പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ലോകസുഖങ്ങളിലുള്ള ആസക്തി പെട്ടെന്ന് നശിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതിയുടെ ഒരു സ്വരൂപം എന്നർത്ഥം. ആദ്യം അതിൻ്റെ ആധ്യാത്മിക ഭാവത്തിനെ പറയും, അതിൻ്റെ കർമ്മപ്രധാനമായിട്ടുള്ള ഭാവത്തിനെ പറയും. പിന്നെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഈ ലോകസൃഷ്ടിക്ക് വേണ്ട ശക്തി അവിടെ തരണം. അതെങ്ങനെ? മാധ്യാഗിരാ അപനേതാത് പുരുഷ പുരാണ. അവിടുത്തെ മനോഹരമായ വാക്കുകളെ കൊണ്ട് എനിക്ക് വേണ്ട അറിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടിക്കാനുള്ള ശക്തി തരണം. സൃഷ്ടിക്ക് എനിക്ക് അറിവും ഐശ്വര്യശക്തിദാനും തുഷ്ടൻ ഭവാനരുളനും ശരണപ്രദായിൻ പുഷ്ടപ്രകാശമൊടുന്നത ദൃഷ്ടിപാതാൻ കഷ്ടങ്ങൾ തീർത്തു പരിപാലയ മാം കൃപാലോ. സൃഷ്ടിക്ക് എനിക്ക് അറിവും ഐശ്വര്യശക്തിദാനും. സൃഷ്ടിക്കാനുള്ള അറിവും ശക്തിയും കർമ്മശക്തിയും
തുഷ്ടൻ ഭവാൻ അരുളണം ശരണപ്രദായൻ. അവിടുന്ന് അതിനുവേണ്ട ശക്തി തന്നെ അനുഗ്രഹിക്കണം. പുഷ്ടപ്രകാശമോട് ഉണർന്നത ദൃഷ്ടിപാതാൽ കഷ്ടങ്ങൾ തീർത്ത് പരിപാലയ. അവിടുന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് സൃഷ്ടിക്കാനുള്ള ശക്തി തരണേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ബ്രഹ്മാവിന് തൃപ്തിയായില്ല എന്ന് പറയാം. കാരണം എത്ര പറഞ്ഞാലും ഭഗവാന്റെ മഹത്വം തീരില്ലല്ലോ. 25 ശ്ലോകമാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. 25 ശ്ലോകം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പറഞ്ഞത് എങ്ങനെയാ? വിരരാമസ ഖിന്നവൽന്ന്. അദ്ദേഹം നിർത്തി. ഖിന്നവൽ, ഖിന്നനെ പോലെ. തൃപ്തിയായില്ല എന്നുള്ള മട്ടിൽ ബ്രഹ്മാവ് സ്തുതി നിർത്തി. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവെ അങ്ങക്ക് സൃഷ്ടിക്കാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുക. അത് മാത്രമല്ല, ഈ സ്തുതിക്ക് ഒരു ഫലശ്രുതിയും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സാധാരണ ഈ സ്തുതി എഴുതണമാണല്ലേ ഫലശ്രുതി പറയുക. ഒരു സ്തുതി എഴുതിയിട്ട് ഇപ്പോൾ സഹസ്രനാമത്തിനൊക്കെ ഫലശ്രുതി അവസാനം പറയും. എന്തിനാ ഈ ഫലശ്രുതി പറയണത്? ഫലശ്രുതി പറഞ്ഞാലേ നമ്മൾ സഹസ്രനാമം ജപിക്കുള്ളൂ അല്ലേ? രോചനാർത്ഥ ഫലശ്രുതി എന്ന് ഏകാദശി പറയും. കുട്ടികളെ കഷായം കുടിപ്പിക്കണ പോലെയാണ്. വെറുതെ ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യില്ല. അപ്പോൾ ഇന്ന ഫലം കിട്ടുമെന്ന് പറഞ്ഞാലേ നമ്മൾ ആ കർമ്മം ചെയ്യുള്ളൂ. സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും ഫലം കിട്ടുമെന്ന് പറഞ്ഞാലേ ചെയ്യുള്ളൂ. അവിടെ ഫലപ്രാപ്തി അല്ല ലക്ഷ്യം. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിച്ച് നമ്മുടെ കർമ്മവാസനകളെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് ചെയ്ത് കളയണം. അതാണ് ലക്ഷ്യം. പക്ഷെ നമ്മൾ പലപ്പോഴും കർമ്മത്തിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ കർമ്മഫലം കിട്ടുമെന്ന് പറഞ്ഞാലേ നമ്മൾ ആ കർമ്മം ചെയ്യുള്ളൂ. ഇപ്പോൾ പുത്രകാമോ യജേത എന്ന് പറഞ്ഞാൽ യാഗം ചെയ്താൽ കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാഗം ചെയ്യുള്ളൂ. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാലേ യാഗം ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെ സഹസ്രനാമം ജപിച്ചാൽ ഇന്ന ഫലം കിട്ടുമെന്ന് പറഞ്ഞാലേ സഹസ്രനാമം ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മളെ കർമാസക്തന്മാരാക്കാനല്ല ഇത് പറയണത്. ഫലം കിട്ടുമെന്ന് പറയണത് അത് ഏകാദശത്തിലെ നവയോഗികളുടെ ഉപദേശത്തിൽ ചോദിക്കുന്നുണ്ട്. എന്തിനാ ഈ കർമ്മഫലങ്ങൾ, കർമ്മം ചെയ്താൽ ഫലം കിട്ടുമെന്ന് പറയണതെന്ന് വെച്ചാൽ രോചനാർത്ഥ ഫലശ്രുതി. അപ്പോൾ ഫലശ്രുതി സാധാരണ ഈ എന്തെങ്കിലും കഥയൊക്കെ പറയുമ്പോൾ അതിന് ഈ എഴുതുന്ന ആൾ തന്നെ ഒരു ഫലശ്രുതി പറയും. എന്തിനാ വെച്ചാൽ ആ കഥ നമ്മൾ വായിക്കണം അതിനുവേണ്ടി. ഇപ്പോൾ സഹസ്രനാമത്തിന് പോലും ഇല്ലേ ഫലശ്രുതി? ചില ആളുകൾക്ക് സഹസ്രനാമത്തിനേക്കാളും താല്പര്യം ഫലശ്രുതി വായിക്കാനാണ്. അതല്ലേ? അതങ്ങോട്ട് വിസ്തരിച്ച് വായിക്കും. സഹസ്രനാമം ഇട്ടോ എന്ന് പറഞ്ഞ് കഴിക്കും. ഫലശ്രുതി വിസ്തരിച്ച് അങ്ങോട്ട് പാടും. അപ്പോൾ അങ്ങനെ ഫലശ്രുതി പറഞ്ഞാലേ നമ്മൾ ചെയ്യലും. അപ്പം എന്തിനാ ഭഗവാൻ ഇവിടെ ഒരു ഫലശ്രുതി പറഞ്ഞത്? ഇത് ബ്രഹ്മാവ് സ്തോത്രം ചെയ്താൽ ബ്രഹ്മാവ് ഫലശ്രുതി പറയല്ല, ഭഗവാൻ ഫലശ്രുതി പറയുകയാണ്. ഏതേന പുമാന്നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജൽ തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര. ഏതൊരാളാണോ ഈ സ്തോത്രം പതിവായിട്ട് ജപിച്ചെന്നെ സ്തുതിക്കുന്നത് അയാൾക്ക് സർവകാമവരേശ്വര, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും എന്ന് ഭഗവാൻ തന്നെ ഒരു ഫലശ്രുതി പറയുന്ന സ്തോത്രമാണ്, സ്തുതിയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. ഇങ്ങനെ ബ്രഹ്മാവ് ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് ഇപ്പോൾ ക്രിയാശക്തിയും ദ്രവ്യശക്തിയും കിട്ടി. എന്താ ദ്രവ്യശക്തി? ബ്രഹ്മാവിരിക്കുന്ന താമരപ്പൂ തന്നെയാണ് ദ്രവ്യം. അപ്പോൾ 3 ശക്തി വേണമെന്ന് പറഞ്ഞല്ലോ. ജ്ഞാനശക്തി, ദ്രവ്യശക്തി, ക്രിയാശക്തി എന്ന് പറഞ്ഞല്ലോ. അതിൽ ജ്ഞാനമാണ് സദശ്ലോകി ഭാഗവത്തിൽ ഉപദേശിച്ചു കൊടുത്തത്. ദ്രവ്യം ഇപ്പോൾ ബ്രഹ്മാവിരിക്കുന്ന താമരപ്പൂ തന്നെ അതിനുള്ള എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ അല്ലേ, അസംസ്കൃത വസ്തു. ബ്രഹ്മാവിരിക്കുന്ന താമരപ്പൂ തന്നെ. പിന്നെ ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങക്ക് ശക്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ക്രിയാശക്തിയും കിട്ടി. അങ്ങനെയാണ് ബ്രഹ്മാവ് ആത്മകൽപ്പത്തിലെ സൃഷ്ടികൾ ആരംഭിച്ചതെന്ന് അർത്ഥം. ഇപ്പോൾ ബ്രാഹ്മകൽപ്പത്തിലെ സൃഷ്ടികൾക്ക് ജ്ഞാനശക്തി മാത്രമേ ഉള്ളൂ. അതിൽ ദ്രവ്യവും ക്രിയയില്ല. അപ്പോൾ അതൊക്കെ മാനസ സൃഷ്ടികളാണ്. അത് നമുക്ക് കാണാൻ വയ്യ. മനസ്സുകൊണ്ട് ഇപ്പോൾ നമുക്ക് പലതും സൃഷ്ടിക്കാം അല്ലേ? മനസ്സുകൊണ്ട് എന്ത് സൃഷ്ടിക്കാനും ഒരു വിഷമമില്ല. പക്ഷെ അത് നമുക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ തൃശ്ശൂർ പൂരം കണ്ടാൽ, സ്വപ്നത്തിൽ കിടന്ന് തൃശ്ശൂർ പൂരം കണ്ടാൽ ഒരു മുറിയിൽ 4 പേര് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം കണ്ട ആൾ മാത്രമേ തൃശ്ശൂർ പൂരം കാണുള്ളൂ. മറ്റു 3 പേരും തൃശ്ശൂർ പൂരം കാണില്ല. 4 പേര് ഒരു മുറി കിടന്ന് ഒരാൾ തൃശ്ശൂർ പൂരം കാണുന്നുണ്ടാവും, ഒരാൾ ആറാട്ടൂർ പൂരം കാണുന്നുണ്ടാവും അല്ലേ? ഒരു മുറി കിടന്ന് ഒരാൾ തൃശ്ശൂർ പൂരം കാണും, മറ്റേ ആറാട്ടൂർ പൂരം കാണുന്നുണ്ടാവും. കാരണം അത് അയാൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണില്ല. ഈ 50 കൊല്ലത്തെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളൊക്കെ കേവലം മാനസ സൃഷ്ടികളാണ്. അത് വേറെ ആരും കണ്ടില്ല. ആത്മകൽപ്പത്തിൽ വന്നപ്പോഴേ അത് ഇംഗ്ലീഷിൽ പറയുന്നത് മെറ്റീരിയലൈസ് ചെയ്തുള്ളൂ എന്നർത്ഥം. അപ്പോൾ ദ്രവ്യം വന്നു, ക്രിയാശക്തിയും വന്നു. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ആത്മകൽപ്പത്തിലെ സൃഷ്ടികൾ. ഈ ആത്മകൽപ്പത്തിലെ സൃഷ്ടികളെ പൊതുവെ 10 സർഗങ്ങളായിട്ട് തിരിക്കുക എന്ന് പറയും. 10 സർഗങ്ങളാണ്. ഈ 10 സർഗങ്ങളെയാണ് ഇവിടെ ഒരു 10ാമത്തെ അധ്യായത്തിൽ ഈ 10 സർഗങ്ങളെയാണ് ഇവിടെ പറയുക. 10 സർഗങ്ങളാണ്.
വിരിഞ്ചോപി തഥാചക്രേ ദിവ്യം വർഷശതം തപ. ബ്രഹ്മാവ് വീണ്ടും അനേക വർഷം, വർഷശതം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് വർഷം, വിരിഞ്ചോപി തഥാചക്രേ, 10ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകത്തിൽ കാണാം. വിരിഞ്ചോപി തഥാചക്രേ, വിരിഞ്ചൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. വിരിഞ്ചൻ എന്നുള്ള വാക്കിന് അർത്ഥം അരണ്യങ്ങളുടെ മുകളിൽ സഞ്ചരിക്കുന്ന ആളെന്നർത്ഥം. അരണ്യവാഹനായിട്ടുള്ള ആള്, ഹംസവാഹനൻ, വിരിഞ്ചൻ. അവിടെ എന്താ വിരിഞ്ചൻ എന്ന് പറയാൻ കാരണം? ഭാഗവത്തിൽ ഇങ്ങനെയൊക്കെ വാക്കൊക്കെ പ്രയോഗിക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെ വാഹനം ഹംസമാണെന്ന് പറയും, അരയന്നം. ഹംസത്തിൻ്റെ സ്വരൂപം എന്താ? അത് ഏകാശത്തിൽ 13ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരം പറയും. ഹംസം എന്ന് വെച്ചാൽ സോഹം എന്നുള്ള പദം ആവർത്തിച്ച് പറഞ്ഞാൽ ഹംസം എന്നാവും. സോഹം എന്നുള്ള ഭാവമാണ് ഹംസഭാവം. ഇപ്പൊ ബ്രഹ്മാവ് ഹംസഭാവത്തിൽ അധിഷ്ഠിതനായി എന്നർത്ഥം, ജ്ഞാനാധിഷ്ഠിതനായി, ജ്ഞാനത്തിനെ വാഹനമായിട്ട് സ്വീകരിച്ചു. ജ്ഞാനവാഹനം എന്നർത്ഥം. ഹംസവാഹനം എന്ന് പറഞ്ഞാൽ ആരാധനത്തിന്റെ പുറത്തൊക്കെ ആർക്കെങ്കിലും സഞ്ചരിക്കാൻ പറ്റുമോ? നമ്മുടെ പുരാണങ്ങളൊക്കെ ഇങ്ങനെ കാണും. ഗണപതിയുടെ വാഹനം എലിയാണ്. ഇത്രയും വലിയ ഗണപതി, കൊടവേറും തുമ്പിക്കൈയും ആനത്തലയുള്ള ഗണപതി ഒരു എലിയുടെ മുകളിലെങ്ങാനിടുന്നാൽ എലിയുടെ കഥ കഴിയും അല്ലേ? അതുപോലെ ബ്രഹ്മാവ് താമരപ്പൂവിലിരിക്കണമെന്ന് പറയും. താമരപ്പൂവിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ശിവൻ കാളയുടെ മുകളിൽ സഞ്ചരിക്കണമെന്ന് പറയും. കാളയുടെ മുകളിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണെന്ന് പറയും. ഇപ്പം ഇതൊക്കെ ആധ്യാത്മിക അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ബ്രഹ്മാവ് ഹംസവാഹനാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഇങ്ങനെ അരണ്യത്തിന്റെ പുറത്ത് കയറി ഇങ്ങനെ പറന്ന് നടക്കണമെന്നൊക്കെ നമുക്ക് ഭാവന ചെയ്യാം. പക്ഷെ ഹംസം എന്നുള്ള വാക്ക് അവിടെ സോഹം എന്നുള്ള പദമാണ്. സോ അഹം, സോഹം. ഇത് ആവർത്തിച്ച് പറയുക. അപ്പോൾ ഈ ഹംസഭാവത്തിൽ ഉറച്ച ആളാണ് ബ്രഹ്മാവ്. ജ്ഞാനത്തിൽ ഉറച്ചു എന്നർത്ഥം. ജ്ഞാനനിഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവ് വളരെ കാലം തപസ് ചെയ്തതിന് ശേഷമാണ് സൃഷ്ടി തുടങ്ങി. ഇപ്പൊ 10 വിധത്തിലുള്ള സൃഷ്ടികളാണ്. അപ്പൊ അവിടെ വേറെ ചോദ്യം കൂടി ചോദിച്ചു അതിനിടയ്ക്ക് വിതുരൻ. യഥാർത്ഥ ബഹുരൂപസ്യ ഹരേൽ അത്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ. കാലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം ഇനി അടുത്ത അധ്യായത്തിൽ പറയുള്ളൂ. കാലം എന്ന് പറഞ്ഞാൽ എന്താ എന്നൊരു ചോദ്യം നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇവിടെ 10 സർഗങ്ങളെ കുറിച്ച് പറയല്ലോ. എന്താ ഈ 10 സർഗങ്ങള്? അതില് 6 പ്രാകൃതം, 3 വൈകൃതം, 1 ഉഭയം. ഇങ്ങനെയാണ് സർഗങ്ങൾ. സർഗം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിൻ്റെ സ്വരൂപമെന്നോ അങ്ങനെ കൃത്യമായിട്ടൊരു അർത്ഥമില്ല. സർഗം എന്ന് വെച്ചാൽ പ്രത്യേകതയുള്ള കാറ്റഗറി എന്നൊക്കെ പറയില്ലേ. 10 സർഗങ്ങളാണ്. അതിൽ 6 പ്രാകൃതമാണ്. 6 പ്രാകൃതം. പ്രാകൃതങ്ങൾ കൂടി ചേർന്നുണ്ടാവണമാണ് വൈകൃതം. നമ്മൾ ചിലപ്പോൾ വൈകൃതം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തൊരു വൈകൃത എന്ന് പറഞ്ഞാൽ മോശമാനുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയല്ല, പ്രാകൃതങ്ങൾ കൂടി ചേർന്നതിനെയാണ് വൈകൃതം എന്ന് പറയാം. പ്രാകൃതങ്ങൾ എന്തൊക്കെയാ? മഹത്തത്വം, മഹസർഗം, മഹത്തത്വം, അഹന്തത്വം, ഭൂതസർഗം, ഇന്ദ്രിയസർഗം, മനസ്തത്വം, തമസ്സർഗം. ഇങ്ങനെ 6 ഇതൊക്കെ സൂക്ഷ്മങ്ങളാണ്. എന്നുവെച്ചാൽ സൂക്ഷ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതാണ് സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള വ്യത്യാസം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാവുന്നത്. കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, നാക്കുകൊണ്ട് രുചിക്കാം, മൂക്കുകൊണ്ട് ഘ്രാണിക്കാം, തൊക്കുകൊണ്ട് സ്പർശിക്കാം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതൊക്കെ സ്ഥൂലങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തതും അതിനൊക്കെ എന്ത് പറയും? സൂക്ഷ്മം എന്ന് പറയും. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് സൂക്ഷ്മമാണ്. പിന്നെ നമ്മൾ ആ ഇന്ദ്രിയത്തിന് ഒരു ഉപകരണങ്ങളെ കൊണ്ട് ശക്തി കൊടുക്കുക. എക്സ്റ്റൻഷൻ ഓഫ് സെൻസ് ഓർഗൻസ് ആണ് ഈ ഉപകരണങ്ങളൊക്കെ അല്ലേ? കണ്ണിന് കാണാനുള്ള ശക്തി കുറയുമ്പോൾ കണ്ണട എന്ന് പറഞ്ഞ ഉപകരണം വെച്ച് കണ്ണിനെ ശക്തി കൂട്ടുകയല്ലേ? അപ്പൊ സൂക്ഷ്മമായതിനെ അറിയണമെങ്കിൽ സാധാരണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സാധ്യമല്ല, അതിനൊരു ഉപകരണത്തിനെ കൊണ്ട് സാധിക്കുള്ളൂ. ചില കാര്യങ്ങൾ ഉപകരണം കൊണ്ടും അറിയാൻ പറ്റില്ല, ചില ഉപകരണം കൊണ്ടും അറിയാൻ പറ്റില്ല. അപ്പൊ മനസ്സിനെ കാണാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാം, വേറൊരാൾക്ക് നമ്മുടെ മനസ്സ് കാണാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായതെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരമല്ലാത്തതൊക്കെ സൂക്ഷ്മം. അതില് മഹത്തത്വം, അഹന്തത്വം, ഭൂതസർഗം, ഇന്ദ്രിയസർഗം, മനസ്സ്, തമസ്, ഇങ്ങനെ 6 സൂക്ഷ്മങ്ങളാണ്. ഇതൊക്കെ ഇന്നലെ സൃഷ്ടിയിൽ വരും. അതെ, ഈ ഗുണങ്ങളെല്ലാം ബ്രഹ്മത്തിൽ ലയിച്ചു കിടന്ന അവസ്ഥയാണ് പ്രളയം. അതിന് ഒരു ഗുണക്ഷോഭം ഉണ്ടാവണം. മയാ പ്രക്ഷോഭ്യമാണായ, ഗുണങ്ങൾക്ക് ക്ഷോഭം ഉണ്ടാകുമ്പോൾ അതിന് മൂലപ്രകൃതി എന്ന് പറയും. ആ മൂലപ്രകൃതി പുറത്തേക്ക് പ്രകാശിക്കുന്നതാണ് മഹത്തത്വം. അതാണ് ബ്രഹ്മാവിന്റെ നാഭിയിൽ ഒരു താമരപ്പൂ ഉണ്ടായി, മഹാവിഷ്ണുവിന്റെ നാഭിയിൽ താമരപ്പൂ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ ശ്രീ പത്മനാഭൻ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ എന്ന് പറയില്ലേ, പങ്കജനാഭായ.
എന്താ ഈ താമരപ്പൂ എന്ന് പറഞ്ഞാൽ മഹത്തത്വമാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചിത്രീകരിക്കുകയാണ് മഹത്തത്വം. അപ്പം അതിൽ ആദ്യത്തേത് മഹത്തത്വം, പിന്നെ അഹന്തത്വം. അതെന്താ? ഈ മഹത്വത്വം മൂന്നായിട്ട് പിരിഞ്ഞു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അഥവാ അഹന്തത്വമായി. പിന്നെ അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. അതാണ് ഭൂതസർഗം. പഞ്ചഭൂതങ്ങളുണ്ടായി. പിന്നെ ഇന്ദ്രിയങ്ങളുണ്ടായി. ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരുന്ന അറിവിനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായി. ഇത് മുഴുവൻ തമസിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് തമസർഗം. താമസാഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി. അപ്പോൾ അത് തമസർഗമാണ്. ഇങ്ങനെയൊക്കെയാണ് 6 സർഗങ്ങൾ, 6 അതിനെ പ്രാകൃത സർഗം 6. ഈ പ്രാകൃതങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ് വൈകൃതം. അത് 3 വിധത്തിലാണ്. അത് 3 ആദ്യത്തേത് ഈ വൃക്ഷങ്ങൾ, രണ്ടാമത്തേത് തിര്യക്കുകൾ, മൂന്നാമത്തേത് മനുഷ്യൻ. വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുവെ പറയാം. വൃക്ഷങ്ങൾക്ക് എന്താ പ്രത്യേകത? അതിന് വികാരങ്ങളുണ്ട്, പക്ഷെ അതിന് പ്രകടിപ്പിക്കാൻ അന്തസ്പർശാവിശേഷണ എന്ന് പറയും. വികാരങ്ങളുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ വയ്യ. വൃക്ഷങ്ങൾക്കും വികാരങ്ങളുണ്ട്. ഇതിപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാരത് സമ്മതിച്ചിട്ടുണ്ട്. മരങ്ങൾക്ക് വികാരങ്ങളുണ്ട് സമ്മതിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വൃക്ഷത്തിനെ വെള്ളം ഒഴിക്കാൻ സമീപിക്കുമ്പോഴും അതിൻ്റെ ഒരു കൊമ്പൊടിക്കാൻ സമീപിക്കുമ്പോഴും ആ വൃക്ഷത്തിലുണ്ടാകുന്ന സ്പന്ദനങ്ങൾ വ്യത്യസ്തമാണ് അത്രേ. ശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഭയമുണ്ട്. നമ്മൾ മരത്തിനെ വെട്ടാൻ വേണ്ടി സമീപിക്കുക, മരത്തിന് ഭയമുണ്ട്, പക്ഷെ അതിന് പ്രകടിപ്പിക്കാൻ വയ്യ. അപ്പോൾ വൃക്ഷങ്ങൾക്കും വികാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അറിവുണ്ട്, പ്രകടിപ്പിക്കാൻ വയ്യ. ഇപ്പം കാണാറില്ലേ തൊട്ടാവാടിയൊക്കെ സന്ധ്യയാകുമ്പോൾ തന്നെത്താൻ പാടല്ലേ അല്ലേ? വൃക്ഷങ്ങളൊക്കെ സന്ധ്യയാകുമ്പോൾ മയങ്ങുന്ന പോലെ നിൽക്കുന്ന കാണാറില്ലേ? അപ്പം അതുങ്ങൾക്കൊക്കെ വികാരങ്ങളുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ വയ്യ എന്ന് മാത്രം. പിന്നെ വൃക്ഷങ്ങളുടെ വേറൊരു പ്രത്യേകത എന്താ? അത് ഭക്ഷണം ചോട്ടിന്ന് മുകളിലേക്കാണ് സ്വീകരിക്കുക വൃക്ഷങ്ങൾ അല്ലേ? മൃഗങ്ങളും പലതരത്തിലാണ്. മൃഗങ്ങൾ അനേക തരത്തിലുള്ള മൃഗങ്ങളെക്കുറിച്ച് അവിടെ പറയും. മൃഗങ്ങളവിടെ 28 തരം മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 28 തരം. നഖമുള്ളത്, നഖമില്ലാത്തത്, കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, ഇങ്ങനെയൊക്കെ 28 തരം മൃഗങ്ങളെ പറയുന്നുണ്ട്. മൃഗങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് വികാരങ്ങളുണ്ട്, അത് പ്രകടിപ്പിക്കാൻ കഴിവുണ്ട്, പക്ഷെ വിശേഷ ബുദ്ധിയില്ല അല്ലേ? വിശേഷ ബുദ്ധിയില്ല. പിന്നെ മൃഗങ്ങൾ ഭക്ഷണം സ്വീകരിക്കുന്നതോ തിരശ്ചീനമായിട്ടാണ്, പാരലായിട്ടാണ് അല്ലേ മൃഗങ്ങൾ. ഇനി മനുഷ്യനാണ് 9ാമത്തത്. 9ാമത്താണ് മനുഷ്യൻ. മനുഷ്യന് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. വികാരങ്ങളുണ്ട്, പ്രകടിപ്പിക്കാൻ കഴിവുണ്ട്, വിശേഷ ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ മനുഷ്യന്റെ വേറെ പ്രത്യേകത അത് ഭക്ഷണം സ്വീകരിക്കുന്ന മുകളിൽ നിന്ന് താഴത്തേക്കാണ് അല്ലേ? വൃക്ഷങ്ങൾ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് ഭക്ഷണം സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ മുകളിൽ നിന്ന് ചോട്ടിലേക്കാണ് ഭക്ഷണം സ്വീകരിക്കുക. പിന്നെ മനുഷ്യന്റെ വേറൊരു പ്രത്യേകത, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രജോധിക കർമ്മപര ദുഃഖേജ സുഖമാനിന. മനുഷ്യനിൽ രജോ ഗുണം കൂടുതലാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് സന്തോഷം തോന്നിയത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണത്രേ ബ്രഹ്മാവിന് സന്തോഷം ഉണ്ടായത്. പക്ഷെ അതിൽ ബ്രഹ്മാവിന് എന്തോ കണക്കിത്തിരി തെറ്റിപ്പോയി എന്നാ പറഞ്ഞത് അല്ലേ? രജോ ഗുണം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? അടങ്ങിയിരിക്കാൻ വയ്യ. ഇതല്ലേ നമ്മുടെ സ്വഭാവം. ഒരു 10 മിനിറ്റ് സമയം ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിപ്പിടിക്കണം. അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. കാരണം നമ്മൾ രജോ ഗുണമാണ്, ബേസിക്കലി രജോ ഗുണമാണ്. അതുകൊണ്ട് കർമ്മപര, സദാസമയത്തും ആക്റ്റീവായിരിക്കും. ഒരു സമയത്ത് അടങ്ങിയിരിക്കാൻ വയ്യ. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാലോ അതൊരു പണി. അപ്പൊ എന്താ ചെയ്യണത്? വെറുതെ ഇരിക്കുക. അപ്പൊ അതൊരു ചെയ്യലായില്ലേ? ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ വെറുതെ ഇരിക്കൽ ഒരു ചെയ്യല. അപ്പോ രജോധിക കർമ്മപര. ഇനി അതിലും വലിയൊരു അപകടം എന്താണെന്നറിയോ? ദുഃഖേച്ച സുഖമാനിന. ദുഃഖങ്ങളൊക്കെ സുഖമായിട്ട് വിചാരിക്കും. ദുഃഖങ്ങളൊക്കെ സുഖമായിട്ട് വിചാരിക്കുകയാണ്. ദുഃഖമാണ് സർവം ദുഃഖം വിവേകന. ആചാര്യസ്വാമികൾ പറയും ദുഃഖമാണ് സർവത്ര. പക്ഷേ ആ ദുഃഖത്തിനൊക്കെ സുഖമായിട്ട് വിചാരിക്കുക. ഇപ്പൊ സുഖമില്ല, നാളെ സുഖം കിട്ടും. ഇതല്ലേ? സുഖം കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ജീവിതം മുഴുവൻ. അപ്പൊ ആ മനുഷ്യനില് രജോ ഗുണം കൂടുതലായതുകൊണ്ട് മനുഷ്യന് എപ്പോഴും കർമ്മപരനാണ്. ദുഃഖങ്ങളെ സുഖമായിട്ട് വിചാരിക്കും. ഇപ്പൊ 9ാമതാണ് മനുഷ്യൻ. ക്രമം പറയുമ്പോൾ 9ാണ് മനുഷ്യൻ. ഇനി ഉഭയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നത്. സനകാദി മഹർഷിമാര് ദേവന്മാരൊക്കെ ഒരു 10 വിഭാഗം പറയുന്നുണ്ട്. കൗമാരസ്തു ഉഭയാത്മക 10 വിഭാഗം അവിടെ പറയുന്നുണ്ട്. ദേവസർഗം അല്ലെങ്കിൽ ഉഭയ സൃഷ്ടി എന്ന് പറയും.
ഇപ്പൊ ബ്രഹ്മസൃഷ്ടികളെ പൊതുവെ പറഞ്ഞാൽ 10 സർഗങ്ങളായിട്ട് തിരിക്കാം എന്നൊരു ജനറൽ കാറ്റഗറി എന്ന് പറയില്ലേ, അതാണ്. അതിന്റെ വിശദാംശങ്ങളൊന്നുമില്ല അവിടെ. 10ാമത്തെ അധ്യായത്തിൽ പൊതുവായിട്ട് 10 സർഗങ്ങളായിട്ട് ബ്രഹ്മസൃഷ്ടിയെ തിരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചല്ലോ, കാലാഖ്യം ലക്ഷണം ബ്രഹ്മൻ, കാലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടായി. അതിന്റെ ഉത്തരമാണ് 11ാമത്തെ അധ്യായത്തിൽ പറയാം. കാലത്തിനെ നിർവചിക്കാൻ സാധ്യമല്ല. അതെന്താ? അതിന് അളക്കാനും പറ്റില്ല. കാരണം അതിനൊരു ആരംഭമില്ല, ഒരു അവസാനമില്ല, അല്ലേ? കാലം എന്നാ തുടങ്ങിയത് പറയാമോ? കാലം എന്ന് തുടങ്ങി, കാലം എന്ന് അവസാനിക്കും, പറയാൻ പറ്റുമോ? അപ്പൊ ആദ്യവും അന്തവും ഇല്ലാത്ത ഒരു വസ്തുവിനെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പുസ്തകത്തിന് നമുക്ക് അളക്കാം, കാരണം പുസ്തകത്തിനൊരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ഈ മേശ നമുക്ക് അളക്കാം, ഈ പന്ത് നമുക്ക് അളക്കാം, കാരണം അതിന് തുടക്കം അവസാനമുണ്ട്. തുടക്കവും അവസാനവും ഇല്ലാത്തതിനെ എങ്ങനെ അളക്കും? ഈശ്വരനും കാലവും ഒരേപോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഈശ്വരനും ആദ്യവും അന്തവും ഇല്ല, കാലത്തിനും ആദ്യവും അന്തവും ഇല്ല. ചില ആൾ വലുതായിട്ട് പറയും വായനശാലയിലെ പുസ്തകം പോലെയാന്ന് പറയും. വായനശാലയിലെ പുസ്തകം എടുത്താൽ ആദ്യത്തെ ഒരു 4 പേജ് ഉണ്ടാവില്ല, അവസാനത്തെ 4 പേജ് ഉണ്ടാവില്ല, അല്ലേ? അതുപോലെയാണ് കാലം. ആദ്യം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. കാലത്തിനെ അളക്കാൻ പറ്റില്ല എന്നർത്ഥം. പിന്നെ കാലത്തിനെ കണക്കാക്കുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, കാലത്തിന്റെ ഏറ്റവും ചെറിയ കണക്കാണ് പരമാണുകാലം. പരമാണുകാലം എന്ന് വെച്ചാൽ ഒരു പരമാണുവിൽ കൂടി സൂര്യരശ്മി കടന്നു പോണ സമയം. പരമാണുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിൽ ഏറ്റവും ചെറിയ വസ്തു ത്രസരേണുവാണ്. ജാലാർക്കരശ്മി അവഗത എന്നാണ്. ജാലാർക്കരശ്മി എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള മുറി, അതിൽ ജനാലിന്റെ പഴുതിൽ കൂടി സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അതിലൊരു തരം പൊടി കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെയിലിങ്ങനെ വരുമ്പോൾ അതിലൊരു പൊടി ഇങ്ങനെ കാണാറില്ലേ? ഇതാണ് ത്രസരേണു. നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതിൽ ഏറ്റവും ചെറിയ വസ്തു ഈ ത്രസരേണുവാണ്. അതിൽ ചെറിയൊരു വസ്തുവിനെ നമുക്ക് കാണാൻ വയ്യ, അതിന് ഉപകരണം വേണം. സാധാരണ നഗ്നനേത്രങ്ങളെ കൊണ്ട് ത്രസരേണുവിൽ കൂടി താഴ്ന്ന ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ത്രസരേണു എന്ന് പറഞ്ഞാൽ 3 അണുക്കൾ ചേർന്നാണ് ഒരു ത്രസരേണു. 3 അണുക്കൾ ചേർന്നതാണ്. ഒരണു എന്ന് പറഞ്ഞാൽ 2 പരമാണുക്കൾ ചേർന്നതാണ്. അപ്പോൾ ഒരു ത്രസരേണുവിൻ്റെ 6 അംശമേ വരുള്ളൂ ഒരു പരമാണു. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ 6 അംശമാണ് ഒരു പരമാണു. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ എന്ന് പറയില്ലേ? ദ്രവ്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് പരമാണു. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയതാണ് സൂര്യപ്രകാശം. പ്രകാശരശ്മിക്കാണ് ഏറ്റവും വേഗത. ശബ്ദത്തിനേക്കാൾ വേഗത ഇതിനാ പ്രകാശത്തിനാണ്. ഇനി അതിനും വേഗത ഒരു സാധനമുണ്ട്, നമ്മുടെ മനസ്സ്, അല്ലേ? ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്ക പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരാൾ. പാസ്പോർട്ട് വേണ്ട, വിസയും വേണ്ട, പോയി കഴിഞ്ഞു. അത് വേറെ. പ്രകാശരശ്മിയാണ് ഏറ്റവും വേഗതയുള്ള വസ്തു. പ്രകാശരശ്മിയുടെ വേഗത എത്രയുണ്ട്? അത് 1 സെക്കൻഡിൽ ഏതാണ്ട് 1,85,000 മൈലാണത്രേ. 1,85,000 മൈല് 1 സെക്കൻഡിൽ. എന്നാലോചിച്ച് നോക്കാം. 1 സെക്കൻഡിൽ ഏതാണ്ട് ഒരു 3 ലക്ഷം കിലോമീറ്റർ 1 സെക്കൻഡിലെ വേഗതയാണ് പറയുന്നത്. ഈ സമയം കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു സൂര്യരശ്മി. ഇത് സായണാചാര്യരെ ഋഗ്വേദത്തിന്റെ ഭാഷ്യത്തിൽ സൂര്യരശ്മിയുടെ വേഗത കണക്കാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത് ഏതാണ്ട് 1,87,700 ചില്ലാനം മൈലാണ്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയതും അദ്ദേഹം കണക്കാക്കിയതും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ ഇന്നത്തെ പോലെ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ സൂര്യരശ്മിയുടെ വേഗത എത്ര കൃത്യമായിട്ട് കണക്കാക്കിയെന്ന് ആലോചിച്ച് നോക്കും. ആണ് നമ്മുടെ ആചാര്യന്മാരുടെ, നമ്മളൊക്കെ അറിയില്ല അവരുടെ മഹത്വമൊക്കെ. നമ്മളിപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ കേട്ടുള്ളൂ. സായണാചാര്യർ അന്നേ സൂര്യരശ്മിയുടെ വേഗത കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡിൽ ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കലാണ് പ്രകാശരശ്മി. അപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും വേഗത കൂടിയ പ്രകാശരശ്മി ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ ഘടകത്തിൽ കൂടി പാസ് ചെയ്യുന്ന സമയം. ഇതാണ് ഇത്ര കാലത്തിന്റെ ഏറ്റവും ചെറിയ കണക്ക്. ഇതിനേക്കാൾ മൈന്യൂട്ടായിട്ട് കാലത്തിനെ എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഇതിനേക്കാൾ സൂക്ഷ്മമായിട്ട് കാലത്തിനെ എങ്ങനെ കണക്കാക്കാൻ പറ്റും? അപ്പൊ ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ ഘടകത്തിൽ കൂടി വേഗതകൾ, ഏറ്റവും വേഗത കൂടിയ പ്രകാശരശ്മി അങ്ങനെ കടന്നു പോകുന്ന സമയമാണ് എന്താ പറയുക, ഏറ്റവും ചെറിയ കാലം. അതിനാണ് പരമാണുകാലം എന്ന് പറയാം. ചരമസദ്വിശേഷാണ്. ഈ കാണുന്ന സകല വസ്തുക്കളുടെയും സൂക്ഷ്മ ഭാവമാണ് പരമാണു.
ഈ പരമാണുവിൽ കൂടി പ്രകാശരശ്മി കടന്നു പോകുന്ന സമയത്തിനാണ് പരമാണുകാലം എന്ന് പറയുക. പിന്നെ ബ്രഹ്മാവിൻ്റെ ആയുസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? 2 പരാർത്ഥം. അതിൽ 4 യുഗങ്ങൾ ചേർന്നാണ് ചതുര്യുഗം. അങ്ങനെയുള്ള 1000 ചതുര്യുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, അത്രയും രാത്രി. 4 യുഗങ്ങൾ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ കൃതയുഗത്തിൽ 4800 ദിവ്യവർഷങ്ങളാണ്. 4800 ദിവ്യവർഷമാണ് കൃതയുഗം. 4800 ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കണക്കാണെങ്കിൽ 17,28,000 വർഷം വരും കൃതയുഗം. ത്രേതായുഗം 3600 ദിവ്യവർഷമാണ്. 3600 ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കണക്കിന് പറഞ്ഞാൽ 12,96,000 വർഷം വരും. ദ്വാപരയുഗം 2400 ദിവ്യവർഷമാണ്. 2400 ദിവ്യവർഷം മനുഷ്യന്റെ കണക്കിന് പറഞ്ഞാൽ 8,64,000 വർഷം വരും. കലിയുഗം ദേവവർഷം കണക്കാക്കിയാൽ 1200 വർഷമാണ്. അത് മനുഷ്യവർഷത്തിലാണെങ്കിൽ 4,32,000 വർഷം വരും. അപ്പോൾ ഇത് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ 43,20,000 വർഷം വരും ഒരു ചതുര്യുഗം നമ്മുടെ കണക്കിന്. അതിലിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് കഴിഞ്ഞ് ആദ്യത്തെ പകല്, ഇതിനാണ് വരാഹകൽപ്പം എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ സങ്കല്പമൊക്കെ പറയുമ്പോൾ ശ്വേതവരാഹകൽപ്പേ വൈവസ്വതേ മന്വന്തരേ എന്ന് പറയില്ലേ. അപ്പോൾ ഒരു കൽപ്പത്തിൽ 14 മന്വന്തരം ഉണ്ട്. ഇതൊക്കെ ഇനി 8ാമത്തെ സ്കന്ധത്തിൽ വരും. 14 മന്വന്തരത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന 7ാമത്തെ മന്വന്തരത്തിലാണ്. ഈ മന്വന്തരത്തിൻ്റെ പേരാണ് ഏത്? വൈവസ്വത മന്വന്തരം. അപ്പോൾ ഓരോ മന്വന്തരത്തിലും 71 ചതുരുകളുണ്ട്. ഇപ്പോൾ 7ാമത്തെ മന്വന്തരത്തിൽ 71 ചതുരുകളുള്ളതിൽ ഇപ്പോൾ എത്രാമത്തെ ചതുരുകായി എന്നറിയോ? 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുര്യുഗത്തിലെ കലിയുഗത്തിൽ 5112 വർഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. കണക്കുകൂട്ടി ഒരു പിടിയും കിട്ടില്ല അല്ലേ? ബ്രഹ്മാവിൻ്റെ 51ാമത്തെ വയസ്സിലെ ആദ്യത്തെ പകലിൽ 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുര്യുഗത്തിലെ കലിയുഗത്തിൽ 5112 വർഷമാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കണമെന്നർത്ഥം. അപ്പം ഇങ്ങനെ വിപുലമായൊരു കണക്കാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്സുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അതിൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതാണ്, കാലത്തിൻ്റെ ഏറ്റവും ചെറിയ കണക്ക് പരമാണുകാലം, ഏറ്റവും വലിയ കണക്ക് പരാർത്ഥകാലം. അപ്പോൾ ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ഈ കാലത്തിന് അധീനമാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. ഒന്നുകിൽ പരമാണുകാലത്തിനേക്കാൾ മേലെ അല്ലെങ്കിൽ പരാർത്ഥകാലത്തിനേക്കാൾ താഴെയാണ് സകല ജീവരാശികളുടെയും ആയുസ് എന്ന് പറയാണ്. പിന്നെ അതിലാണ് ഈ കണക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് വിനാഴിക, നാഴിക, യാമം, ദിവസം, അത് കഴിഞ്ഞ ആഴ്ച, പക്ഷം, മാസം, വർഷം, ഇങ്ങനെ അവിടെ 4 തരം വർഷങ്ങൾ പറയുന്നുണ്ട്. സംവത്സര, പരിവത്സര, ഇടാവത്സര ഏവജ, അനുവത്സരോ വത്സരശ വിതിരൈവം പ്രഭാഷതേ. ഇത് 4 ചേർന്നാണ് ഒരു യുഗം. ഇത് 4 വരും. അതിൽ സംവത്സരം സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, പരിവത്സരം ബൃഹസ്പതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 12 പരിവത്സരങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഇടാവത്സരം ഉണ്ടാവുക. അപ്പം ഇങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ കാലത്തിൻ്റെ കണക്കുകളാണ്. 11ാമത്തെ അധ്യായം മുഴുവൻ ഈ കാലത്തിൻ്റെ കണക്കുകളാണ് പറയുക. അത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കാരണം അത്രയും കണക്കായതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടികിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. കാലത്തിൻ്റെ ഏറ്റവും ചെറിയ കണക്കാണ് പരമാണുകാലം, ഏറ്റവും വലിയ കണക്കാണ് പരാർത്ഥകാലം. 2 പരാർത്ഥമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പം ഇതിലുൾപ്പെട്ടതാണ് സകല ജീവരാശികളുടെയും ജീവിത പരിധി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അളവ്. ദേവന്മാര്, മനുഷ്യര്, പിതൃക്കള്, ഇതൊക്കെ ഈ കാലത്തിന് അധീനമാണ്. ഈ കാലം ബാധിക്കാത്ത ഒരാളേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ മാത്രം. അതാണ് മേൽപ്പത്തൂർ അവിടെ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. ഗുരുവായൂരപ്പ അവിടുത്തെ മാത്രം ഈ കാലം ബാധിക്കില്ല. ഈ കാലമാണ് ഭഗവാന്റെ കയ്യിലെ ചക്രം എന്ന് മേൽപ്പത്തൂർ പറയും. ചക്രം ദേ കാലരൂപം. അവിടുത്തെ കയ്യിലിരിക്കുന്ന ആ ചക്രം കാലചക്രമാണ്. ഇതെല്ലാത്തിനെയും ബാധിക്കും. ഇതാണ് ഭഗവാന്റെ സുദർശനത്തിന് ആർക്കും തടയാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കാലത്തിന് ആർക്കും തടയാൻ സാധ്യമല്ല. കാലവേഗം അതിന് തടയാൻ വയ്യ. പുരഞ്ജനോപാഖ്യാനത്തിൽ ചണ്ഡവേഗൻ എന്ന് പറഞ്ഞ ഒരാളുടെ കഥ പറയില്ലേ, ചണ്ഡവേഗൻ. തടയാൻ പറ്റാത്ത വേഗതയോട് കൂടിയത് കാലം. ആ കാലത്തിൻ്റെ കണക്കുകളാണ് ഒരു അധ്യായം മുഴുവൻ പറയുക. പിന്നീടാണ് അടുത്ത അധ്യായത്തിൽ 12ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെ പറയുകയാണ്. ബ്രഹ്മാവ് ആത്മകൽപ്പത്തിൽ നടത്തിയ സൃഷ്ടികൾ. ബ്രാഹ്മകൽപ്പത്തിൽ നമുക്ക് അറിഞ്ഞൂടാ, ആത്മകൽപ്പത്തിൽ നടത്തിയ സൃഷ്ടികളാണ്. അതിലാദ്യം അദ്ദേഹത്തിൻ്റെ അജ്ഞാനത്തിനെ കളഞ്ഞു എന്നാണ്.
സസർജ അഗ്രേ അന്ധതാമിശ്രം അധ താമിശ്രമാദികൾ. തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, ഇങ്ങനെ 5 അജ്ഞാനശക്തികളാണ് അത്ര ഉണ്ടായത്. തമസ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മസ്വരൂപത്തിനെ അറിയാവുക, ഇതാണ് തമസ്. താൻ ആരാണെന്ന് അറിയാതെ. ഇപ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപികളാണെങ്കിലും നമ്മൾ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, അഹങ്കാരമാണ് എന്നൊക്കെ നമ്മൾ ഭ്രമിക്കില്ലേ? ഇതിൻ്റെ പേര് തന്നെയാണ് തമസ്. ഈ തമസാണ് സകല ദുഃഖത്തിനും കാരണം. അപ്പം അജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ഭാവം തമസാണ്. രണ്ടാമത് മോഹം. മോഹം എന്താ? ദേഹത്തിൽ അഹങ്കാരം. അഹം ശരീര, അഹം മന, അഹം ബുദ്ധി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മോഹം. മഹാമോഹം എന്ന് പറഞ്ഞാലോ ഭോഗാസക്തി. ഈ ശരീരം കൊണ്ട് സുഖാനുഭവിക്കണം, മനസ്സുകൊണ്ട് സുഖാനുഭവിക്കണം, ബുദ്ധി കൊണ്ട് സുഖാനുഭവിക്കണം എന്നുള്ള ആഗ്രഹമില്ലേ? യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നമുക്ക് സുഖമല്ല, ദുഃഖമാണ് കിട്ടുക. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. എപ്പോൾ നമുക്ക് ശരീരമായിട്ട് ബന്ധം വരുന്നോ, എപ്പോൾ മനസ്സുമായിട്ട് ബന്ധം വരുന്നോ, എപ്പോൾ ബുദ്ധിയുമായിട്ട് ബന്ധം വരുന്നോ, അപ്പോഴൊക്കെ നമുക്ക് ദുഃഖമുള്ളൂ. ഈ മൂന്നിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് സുഖം. സംശയമുണ്ടോ? സുഖമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സുഖം അനുഭവിക്കുക? സാധാരണ നമ്മൾ സുഖം അനുഭവിക്കുന്ന 3 ഉപകരണങ്ങളാണ്. ഒന്നുകിൽ ശരീരം കൊണ്ട് എന്തെങ്കിലും കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക, അങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശരീരം കൊണ്ട് സുഖം അനുഭവിക്കും. ഒരു മീഡിയ സുഖം അനുഭവിക്കാനുള്ള ഒരു മാധ്യമമാണ് ശരീരം. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സുഖം അനുഭവിക്കും. ഇല്ലേ? ചില കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് മനപ്പായസം ഉണ്ടാകുന്നൊരു ശൈലി ഉണ്ടല്ലോ. മനസ്സുകൊണ്ട് പായസം വെച്ച്, മനസ്സുകൊണ്ട് ഊണ് കഴിച്ച്, മനസ്സുകൊണ്ട് എമ്പക്കം വിടുക. ഒരു സുഖമുണ്ട്, ഒരു ചെലവുമില്ല അല്ലേ? അപ്പോൾ മനസ്സുകൊണ്ട് സുഖാനുഭവിക്കാം, ബുദ്ധി കൊണ്ട് സുഖാനുഭവിക്കും. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, ചില കടങ്കഥകളുടെ ഉത്തരവൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ബുദ്ധിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സുഖം അനുഭവിക്കുന്നത് ഈ 3 ഉപകരണങ്ങളെ കൊണ്ടല്ലേ? ഒന്നുകിൽ ശരീരം, അല്ലെങ്കിൽ മനസ്സ്, അതല്ലെങ്കിൽ ബുദ്ധി. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ നമ്മളൊക്കെ സുഖം അനുഭവിച്ചിട്ടുണ്ട്. ഒരാളും കാലത്ത് എണീക്കുമ്പോൾ ഞാൻ ഇന്നലെ ദുഃഖമായിട്ട് ഉറങ്ങിയെന്ന് ആരും പറയാറില്ല. സുഖമായിട്ട് ഉറങ്ങിയെന്നേ പറയുള്ളൂ. ഈ സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ഏത് ഉപകരണം കൊണ്ടാണ് നമ്മൾ സുഖം അനുഭവിച്ചത്? നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ഏത് ഉപകരണം കൊണ്ടാണ് സുഖം? ശരീരം കൊണ്ടാണോ? ശരീരബോധം ഇല്ലാത്ത സമയത്ത് കട്ടിലുമ കിടക്കുന്ന ആൾ ഉരുണ്ട് താഴ്ത്തു വീണാൽ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും, ഒരു പ്രശ്നമില്ലേ? കേൾക്കോ? ആ സമയത്ത് മനസ്സുണ്ടോ? എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഉറക്കം വരുമോ? ബുദ്ധി ഉണ്ടോ? സുഖമായിട്ട് ഉറങ്ങുമ്പോൾ അടുത്തുകൂടി ഒരു മൂർഖം പാമ്പ് അഴിഞ്ഞു പോയാൽ നമ്മൾ അറിയില്ല. അപ്പം ആ സമയത്ത് ശരീരവുമായിട്ട് നമുക്ക് ബന്ധമില്ല, മനസ്സുമായിട്ട് ബന്ധമില്ല, ബുദ്ധിയുമായിട്ട് ബന്ധമില്ല. അപ്പോഴല്ലേ നമുക്ക് ശരിക്കും സുഖം കിട്ടിയത്. എപ്പോഴാണോ നമുക്ക് ഇതുമായിട്ട് ബന്ധം വരുന്നത് അപ്പം നമുക്ക് ദുഃഖം വരികയാണ്. അപ്പോൾ ഈ ശരീര മനോബുദ്ധികളിൽ ഒരു അഹങ്കാരം, അതിൽ ഭോഗാസക്തി ഉണ്ടാവുക, അതിൻ്റെ പേരാണ് മഹാമോഹം. താമിശ്രം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ക്രോധം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാൽ സംജായതേ കാമാൽ ക്രോധോഭിജായതേ. ഈ ക്രോധമാണ് താമിശ്രം. അന്ധതാമിശ്രം എന്ന് പറഞ്ഞാലോ സ്വയം ഇങ്ങനെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്വയം ഈ ശരീര മനോബുദ്ധികളിലുള്ള ആസക്തി കൊണ്ട് താൻ എപ്പോഴും ദുഃഖം ഇങ്ങനെ അനുഭവിക്കുക, ദുഃഖം ഉണ്ടെന്നുള്ള തോന്നൽ വരിക. യഥാർത്ഥത്തിൽ നമുക്ക് ദുഃഖമില്ല, പക്ഷെ ദുഃഖം ഉണ്ടെന്നുള്ള ആ ഒരു തെറ്റായ അറിവ്. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്ത സർവത്ര സർവേന്ദ്രിയാണി സദാമേ സമത്വം ന മുക്തിർന്ന ബന്ധം ചിദാനന്ദരൂപ ശിവോഹം. ഈ ഭാവം വിട്ടിട്ട് ഞാൻ ശരീരമാണ്, മനസ്സാണ്, ദുഃഖിയാണ്, ഈ ഒരു വിചാരം വരിക. ഇതിനാണ് അന്ധതാമിശ്രം എന്ന് പറയുക. ഇങ്ങനെ 5 അജ്ഞാനവൃത്തികളുണ്ടായി. ഈ അജ്ഞാനവൃത്തികളെ അദ്ദേഹം ആദ്യം ഉപേക്ഷിച്ചു എന്നാണ്. അജ്ഞാനവൃത്തികളെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് മനസ്സുകൊണ്ട് 4 പേരെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടികളാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ. സനൽ എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളതെന്നർത്ഥം, ശാശ്വതം, സനത്ത്. അപ്പോൾ 4 മാനസപുത്രന്മാർ, സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ. അവരോട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. കാരണം ഈശ്വരൻ എന്നെ ചുമതലപ്പെടുത്തിയത് പ്രപഞ്ചത്തെ സൃഷ്ടികൾ വർദ്ധിപ്പിക്കലാണ്. അപ്പോൾ എൻ്റെ കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ ചുമതല അച്ഛൻ്റെ ജോലി ഏറ്റെടുത്ത് പ്രപഞ്ചത്തെ സൃഷ്ടികൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സൃഷ്ടിയിലൊന്നും താല്പര്യമില്ല. തന്നെ ഈശ്വൻ മോക്ഷധർമാണോ വാസുദേവ പരായണ. ഞങ്ങൾക്ക് മോക്ഷത്തിലാണ് താല്പര്യം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ദശാർത്ഥവൃത്തിയ, 5 വയസ്സ് പ്രായം, വസ്ത്രമൊന്നുമില്ല ശരീരത്തിൽ. ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ ബ്രഹ്മാവിന് കുറച്ച് ക്രോധം ഉണ്ടായി. അത്ര ക്രോധം ദുർവിഷഹം ജാതം. ബ്രഹ്മാവിന് അടക്കാൻ വയ്യാത്ത കോപം ഉണ്ടായി എന്നാണ്. കാരണം മക്കൾ പറഞ്ഞാൽ കേൾക്കാണ്ടായാൽ അച്ഛന് ദേഷ്യം വന്നു എന്ന് പറയുന്നത് അത്ഭുതം ഉണ്ടോ?
ബ്രഹ്മാവിന് ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യം വന്നാലത്തെ വിഷമം എന്താ വെച്ചാൽ ഈ ദേഷ്യം പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ല. കോപം പ്രകടിപ്പിക്കണമെങ്കിൽ അത് കാണാൻ ആരെങ്കിലും വേണ്ടേ, അല്ലേ? ദേഷ്യം പ്രകടിപ്പിച്ചാൽ അത് കാണാൻ ആരും ഇല്ലെങ്കിൽ ആരോട് ദേഷ്യപ്പെടാനാ? ഒരു മുറി അടച്ച ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുക പറ്റുമോ? ദേഷ്യപ്പെട്ടാതെ കാണാൻ ആരെങ്കിലും വേണം. ബ്രഹ്മാവ് ദേഷ്യപ്പെട്ടാൽ കാണാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഇപ്പൊ ബ്രഹ്മാവ് ആ കോപത്തിനെ അടക്കി പിടിച്ചു. അത് നെറ്റിയിൽ ഉരുണ്ടുകൂടി പൊട്ടിയത്രേ. അതിൽ നിന്നാണ് നീലലോഹിതനായിട്ടൊരു കുമാരനുണ്ടായത്. ധിയാ നിഗൃഹ്യമാണോപി, ബുദ്ധി കൊണ്ട് കോപത്തിനെ അടക്കിയെങ്കിലും ഭ്രൂർമധ്യാൽ പ്രജാപതേ സദ്യോ ജായത തന്മന്യു കുമാരോ നീലലോഹിത. ആ കോപം ഒരു പുത്രനായിട്ട് ഉണ്ടായിരുന്നാണ്. അപ്പൊ എന്താ ഇതിന് വേറെ തത്വം എന്താണെന്ന് വെച്ചാൽ, വികാരങ്ങൾ വന്നിട്ട് അടക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, വികാരങ്ങളെ വരാതെ സൂക്ഷിക്കണം. വികാരങ്ങൾ വന്നിട്ട് അടക്കാൻ നോക്കിയാൽ അത് വേറെ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കും. വികാരങ്ങൾ, അതാണ് പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്തേ പ്രാർത്ഥിച്ചത്? എൻ്റെ ഹൃദയത്തില് കാമാനാം ഹൃദയസംരോഹം, എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹങ്ങൾ ഉണ്ടാവരുതെന്നാണ്. ആഗ്രഹം വന്നിട്ട് അടക്കുകയല്ല. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ആഗ്രഹം വന്നിട്ട് അടക്കാനുള്ള പരിശ്രമമാണ്. അപ്പോഴാണ് അത് എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുക. ആഗ്രഹങ്ങളെ വരാതിരിക്കണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആഗ്രഹം വന്നിട്ട് നമ്മൾ പറയില്ല, ഇംഗ്ലീഷിൽ സപ്രഷൻ എന്ന് പറയും, അടക്കുക. അത് അടക്കി വെച്ചാൽ വേറെ എവിടെയെങ്കിലും പൊട്ടും. ആഗ്രഹങ്ങൾ വരാതെ നോക്കലാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക. പക്ഷെ ഇവിടെ ബ്രഹ്മാവിന് പറ്റി, ആഗ്രഹം വന്നുപോയി. അപ്പൊ എന്ത് പറ്റി? അത് അടക്കിയപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. അതിനാണ് നീലലോഹിതനായിട്ട്. നീലലോഹിതം എന്ന് പറഞ്ഞാൽ നീലയും ചുവപ്പും കലർന്ന ഒരു നിറം. ഇത് മഹാദേവനെ പറയാറുണ്ട്. മഹാദേവന്റെ കഴുത്ത് നീലയും ജഡ ചുവപ്പുമാണെന്നാണ് നീലലോഹിതം. ലോഹിതം ചേർന്ന് ചെമ്പിന്റെ നിറം. നീലലോഹിതനായിട്ട് കുമാരനുണ്ടായി. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ കൈയൊക്കെ ചുറ്റി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ജനനം. രോദനം ചെയ്തുകൊണ്ട് ജനിച്ചുകൊണ്ട് രുദ്രൻ എന്ന് പേര്. എൻ്റെ പേരെന്തൊക്കെയാണ്, എൻ്റെ ഭാര്യമാരൊക്കെയാണ്, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടതെന്നൊക്കെയാണ് ചോദ്യം. ഇപ്പൊ ബ്രഹ്മാവ് 11 സ്ഥാനങ്ങളും 11 പേരുകളും 11 പത്നിമാരെയും കൊടുത്തതാണ്. അതുകൊണ്ട് അവർക്ക് ഏകാശരുദ്രന്മാരെന്ന് പേര് വന്നു. മന്നൂർ അവരുടെ പേരുണ്ട്. മനുർ മഹിനസോ മഹാൻ ശിവ ഋതധ്വജ ഉഗ്രരേത ഭവക്കാലോ വാമദേവോ ധൃതവ്രത. ഇങ്ങനെ 11 പേരുകളും 11 സ്ഥാനങ്ങളും 11 പത്നിമാരെയും കൊടുത്തു. അതിനൊക്കെ വളരെ ഗാഠമായിട്ടുള്ള അർത്ഥമുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ കടന്ന ഓരോ പേരും ആ പേരിൻ്റെ സ്ഥാനവും പത്നിയെയും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. 11 സ്ഥാനങ്ങളും 11 പത്നിമാരെയും 11 പേരുകളും കൊടുത്തു. സൃഷ്ടി നടത്താൻ പറഞ്ഞു. അവർ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ പോലെ തന്നെയുള്ള സൃഷ്ടികളുണ്ടായത്. ജനിച്ചപ്പോൾ തന്നെ ഭയങ്കര വിശപ്പാ. തിന്നാനാണെങ്കിൽ ഒരു സാധനം സൃഷ്ടിച്ചിട്ടുമില്ല. അപ്പോൾ നോക്കുമ്പോൾ തിന്നാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ബ്രഹ്മാവ് മാത്രം, അല്ലേ? അപ്പോൾ ബ്രഹ്മാവിനെ തിന്നാൻ പുറപ്പെട്ടു അത്ര. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, മതി ഇന്ന് സൃഷ്ടിയൊന്നും നടത്തണ്ട, പോയി തപസ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ അവരുടെ സൃഷ്ടി തടഞ്ഞു അത്രേ ബ്രഹ്മാവ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് 10 പ്രജാപതികളെ, മനസ്സിൽ നിന്ന് 10 പ്രജാപതികളെ സൃഷ്ടിച്ചു എന്നാണ്. മരീചി അത്രങ്കിരസോ പുലസ്ത്യ പുലഹകൃതോ ഭൃഗുർവസിഷ്ഠോ ദക്ഷശ്ച ദശമത്തത്ര നാരദ. 10 പ്രജാപതികൾ മാനസ സൃഷ്ടികളായിട്ടുണ്ടായി. അവരോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ചു കാലം തപസ് ചെയ്ത് വന്നിട്ട് സൃഷ്ടി നടത്താമെന്ന് പറഞ്ഞു. അവർ തപസ്സിന് പോയി. പിന്നെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പല സൃഷ്ടികളുണ്ടായി. ഉത്സംഗ നാരദോ യജ്ഞേ, ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനുണ്ടായി. ദഷ്ടോ അങ്കുഷ്ടാൽ, തള്ളവരിൽ നിന്ന് ദക്ഷനുണ്ടായി. ഇങ്ങനെ അനേക സ്ത്രീകൾ ശരീരത്തിൽ നിന്നുണ്ടായി. നിഴലിൽ നിന്ന് വരെ സൃഷ്ടി ഉണ്ടായെന്നാണ്. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് വരെ സൃഷ്ടി ഉണ്ടായി. അതാണ് കർദമൻ. ഛായായാം കർദമോ യജ്ഞേ, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ അനേക സൃഷ്ടികളുണ്ടായി. അവരോടൊക്കെ സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. സൃഷ്ടി വർദ്ധിക്കുന്നില്ല. ബ്രഹ്മാവ് ആലോചിച്ചു, എന്താ ഇങ്ങനെ സൃഷ്ടി വർദ്ധിക്കാതിരിക്കാനുള്ള കാരണം? അപ്പോൾ ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ തമ്മിൽ ഒരു യോജിപ്പില്ല, പരസ്പരം കൂടിച്ചേരുന്നില്ല. കാരണം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളൊക്കെ ഒരേ തരത്തിലുള്ള സൃഷ്ടികളാണ്. വിരുദ്ധ സൃഷ്ടികൾ ചേർന്നാലേ പരസ്പരം കൂടിച്ചേരുള്ളൂ. ഇപ്പോൾ ബ്രഹ്മാവിന് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് 2 രൂപങ്ങൾ ഉണ്ടാക്കിയതാണ്. ബ്രഹ്മാവിൻ്റെ വലതുഭാഗത്തുനിന്നുണ്ടായ രൂപമാണ് സ്വയംഭുവനും, ഇടതുഭാഗത്തുനിന്നുണ്ടായ രൂപമാണ് ശതരൂപ. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് 2 രൂപങ്ങൾ. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായതുകൊണ്ടാണ് പിന്നെയുള്ള സൃഷ്ടികളൊക്കെ ശരീര സംബന്ധമായിട്ടുള്ള സൃഷ്ടികളാണ്. അപ്പോൾ സൃഷ്ടികൾക്കൊക്കെ ശരീരത്തിന് കായം എന്നൊരു പേര് വരണം. അതുകൊണ്ടാണ് കായം. വേറൊരു കായുണ്ട്, അല്ലേ? ആ കായല്ല,
കാന്ന് വെച്ചാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്നുണ്ടായതുകൊണ്ട് കായം. അതിൽ വലത് ഭാഗത്തുനിന്ന് പുരുഷരൂപവും ഇടത് ഭാഗത്തുനിന്ന് സ്ത്രീരൂപം ഉണ്ടായി എന്നാണ്. അതാണ് ഇന്നും ഈ സാമുദ്രിക ശാസ്ത്രത്തിലൊക്കെ പുരുഷന്മാർക്ക് വലത് ഭാഗത്തിന് പ്രാധാന്യം, സ്ത്രീകൾക്ക് ഇടത് ഭാഗത്തിന് പ്രാധാന്യം എന്നാണ്. ഈ കൈനോട്ടക്കാരൊക്കെ കൈ നോക്കുമ്പോൾ ഇപ്പോഴും പുരുഷന്മാരുടെ വലത്തെ കൈയും സ്ത്രീകളുടെ ഇടത്തെ കൈയും. രുക്മിണി സ്വയംവരത്തിലെ ആ ബ്രാഹ്മണൻ ചെന്ന് രുക്മിണിയോട് വന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണിയുടെ ഇടത്തെ കണ്ണും ഇടത്തെ കൈയൊക്കെ തുടിച്ചു എന്നാണ്. അതേ സമയത്ത് ശിശുപാലന്റെ ഇടത്തെ കണ്ണും തുടിച്ചു അപ്പുറത്ത്, അല്ലേ? അപ്പോൾ അത് രുക്മിണിക്ക് നല്ലതും ശിശുപാലന് ചീത്തയായിട്ടൊക്കെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇതാണ് കാരണം. ബ്രഹ്മാവിന്റെ വലത് ഭാഗത്താണ് പുരുഷരൂപം, ഇടത് ഭാഗത്തുനിന്ന് സ്ത്രീരൂപം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ശതരൂപ എന്ന് പറഞ്ഞാൽ അനേകം നാമരൂപങ്ങളോട് കൂടിയ പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ നാമരൂപങ്ങളാണ്. ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ജീവനാണ്, സ്വയംഭൂ അനു. അത് സ്വയം ഉണ്ടായതാ, ജീവൻ ഉണ്ടായതല്ല, ജീവഭാവമാണ്. ഇപ്പം എന്തുപോലെ കണ്ണാടിയിൽ പ്രതിബിംബം ഉണ്ടായതാണ്. കണ്ണാടിയിൽ പ്രതിബിംബം ആരുണ്ടെങ്കിലും ഉണ്ടാക്കിയതാണ്. അത് സ്വയം അങ്ങനെ തോന്നിയതാ. എന്ന പോലെ ജീവൻ ഒരു ഭാവമാണ്. ആ ജീവഭാവമാണ് ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുക. പ്രകൃതി പുരുഷ സംയോഗമാണെന്ന് അർത്ഥം. പിന്നെയുള്ള സൃഷ്ടികളൊക്കെ പ്രകൃതി പുരുഷ സംബന്ധമായിട്ടുള്ള സൃഷ്ടികളാണ്. അതിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായി അത്രേ. പെൺകുട്ടികളുടെ പേരാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. ആൺകുട്ടികളുടെ പേര് പ്രിയവ്രതൻ, ഉത്താനപാതൻ. ആകൂതി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ഭാവം, ദേവഹൂതി ദൈവിക ഭാവം, പ്രസൂതി ഭൗതിക ഭാവം, പ്രിയവ്രതൻ ഈശ്വരാഭിമുഖമായിട്ടുള്ളൊരു ജീവഭാവം, ഉത്താനപാതൻ പ്രകൃതിയിലേക്ക് തിരിയുന്ന ജീവഭാവം. അങ്ങനെയൊക്കെ തന്നെ ആധ്യാത്മിക അർത്ഥം. അങ്ങനെ 5 കുട്ടികളുണ്ടായി എന്ന് പറയും. സ്വയംഭുവന് സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. സ്വയംഭുവന് ബ്രഹ്മാവിനോട് ചോദിച്ചു, സ്ഥാനം ദിഹാനുജാനീഹി പ്രജാനാം മമജ പ്രഭോ, എനിക്കും എൻ്റെ പ്രജകൾക്കും താമസിക്കാനുള്ള സ്ഥാനം കാണിച്ചു തരാൻ പറഞ്ഞു. ഇതാണ് ബുദ്ധി, അല്ലേ? ഏകാശുരതന്മാർ സൃഷ്ടി നടത്തുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ, കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. സ്വയംഭുവന് സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് ഞാൻ സൃഷ്ടിക്കപ്പെടുന്ന ജീവരാശികൾക്ക് താമസിക്കാൻ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു. ഇതൊക്കെ മനുഷ്യർക്ക് ഒരു പാടാണ്, അല്ലേ? വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടാൽ പോരാ, അവർക്ക് ജീവിക്കാൻ വകയുണ്ടോന്ന് അന്വേഷിക്കണം നടത്തുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് നോക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല. ഇപ്പം ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്ന് ചെറിയ ഒരു വരാഹരൂപം, ഒരു മാംസകഷ്ണം താഴെ വീണ പോലുള്ളൂ. ആദ്യം നോക്കുമ്പോൾ ചെറിയൊരു രൂപമാണ് താഴ്ത്തു വീണത്. ബ്രഹ്മാവ് അങ്ങനെ നോക്കി നിൽക്കെ അതങ്ങോട്ട് വലുതാവാൻ തുടങ്ങിയത്രേ. നോക്കിയാൽ നോട്ടെത്താത്ത അത്രയും വലിപ്പത്തിലുള്ള ഗജമാത്ര പ്രവൃതേ, ഒരാനയുടെ വലിപ്പമായിരുന്നു. പിന്നെ അതിലും വലുതായി 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 നോക്കിയാൽ നോട്ടം എത്തില്ല, അത്രയും വലിയൊരു രൂപമായി അത്രേ. അത് മാത്രമല്ല, ബ്രഹ്മാണം ഹർഷയാമാസ, ഭഗവാൻ യജ്ഞപുരുഷോ ജഗർ ജാഗേന്ദ്ര സന്നിഭ, ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താം ച ദിജോത്തമാൻ സ്വഗർജിതേന കകുഭ എന്നാണ്. ഒരു ഗർജനം മുഴക്കി അത്രേ. പന്നി ഗർജിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? വല്ല സിംഹമൊക്കെ ഗർജിച്ചു എന്ന് പറയാം. വരാഹം ഗർജിച്ചു അത്രേ, പന്നി ഗർജിച്ചു. അത് മാത്രമല്ല രസം, ഈ ഗർജനം കേട്ട് ബ്രഹ്മാണം ഹർഷയാമാസ, ബ്രഹ്മാവിന് നല്ല സന്തോഷം തോന്നി. അത് കേമായി, അല്ലേ? ഒരു പന്നിയുടെ ഗർജനം കേട്ട് ആർക്കും സന്തോഷം തോന്നോ? ബ്രഹ്മാവിന് സന്തോഷം തോന്നാൻ കാരണം താൻ ഉദ്ദേശിച്ച കാര്യം നടക്കുന്ന മനസ്സിലായി. അത്ര ശക്തിയുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ ഭൂമിയെ ഉദ്ധരിക്കാൻ ശക്തിയുള്ള ആളാണെന്ന് മനസ്സിലായി. പിന്നെ ഭഗവാന്റെ അവതാര രൂപം ബ്രഹ്മാവ് ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഭഗവാനെ ആദ്യം കണ്ട രൂപത്തിലല്ല, വരാഹ രൂപത്തിൽ ഭഗവാന്റെ ആ നാടകം കണ്ട സന്തോഷം. ഇനി അതിനേക്കാളൊക്കെ ഒരു സന്തോഷത്തിന് കാണുന്നുണ്ട്. ഇത് പുറത്ത് വന്നിട്ടാണല്ലോ വലുതായത്, അകത്ത് വെച്ച് വലുതായിരുന്നു, അല്ലേ? ബ്രഹ്മാണം ഹർഷയാമാസ, ബ്രഹ്മാവിന് വളരെ സന്തോഷമായി അത്ര. അപ്പോൾ സഗർജിതേന കകുഭ, ഗർജനം മുഴക്കിക്കൊണ്ട് അവിടുന്ന് ആ വാലങ്ങനെ ഉയർത്തിപ്പിടിച്ച് രോമങ്ങളൊക്കെ എഴുന്നേൽക്കണം. ആ കാരണനിലത്തിലേക്ക് അങ്ങനെ എടുത്ത് ചാടി ആ ഭൂമി അങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു എന്നാണ്. അതെന്തുപോലെ മേൽപ്പത്തൊരു ഉദാഹരണം പറയും. മുസ്താ അങ്കുര ഇവദ്ദിവ എന്ന്. ഒരു ആനയുടെ കൊമ്പിൽ ഒരു മുത്തങ്ങ ഇരിക്കണ പോലെയെന്ന് ഭൂമി. ഇപ്പോൾ ആന ഇങ്ങനെ അതിൻ്റെ കൊമ്പിൻ്റെ തിരപ്പ് തീർക്കാൻ വേണ്ടി വല്ല പർവ്വതങ്ങളിലൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിട്ട് കൊമ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതുമ്പോൾ കുറേ പുല്ലും മണ്ണുമൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിലൊരു മുത്തങ്ങ ഇരിക്കണമെന്ന് വിചാരിക്കുക. ആനയുടെ കൊമ്പിൽ ഒരു മുത്തങ്ങ ഇരുന്നാൽ എത്ര വലിപ്പം ഉണ്ടാവും? അത്രേ ഉള്ളൂ അത്രേ വരാഹമൂർത്തിയുടെ കൊമ്പിൽ ഈ ഭൂമി ഇരിക്കണ കണ്ടാൽ. അപ്പോൾ വരാഹത്തിന് വലിപ്പമൊന്ന് സങ്കല്പിച്ചു നോക്കാം, അല്ലേ? അതിഭീകരമായിട്ടുള്ള രൂപത്തിൽ അവിടെ നിന്ന് കാരണനിലത്തിനെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രപഞ്ചത്തിനെ മുഴുവൻ വല്ലാതെ അങ്ങനെ പരിഭ്രമിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ആ ഭൂമി അങ്ങനെ ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് വന്നതും ഹിരണ്യാക്ഷനെ വധിച്ച കഥ. അത് നമുക്കിനി അടുത്തതിൽ വരുമല്ലോ, ഹിരണ്യാക്ഷവധം കഥ.
ആ വരാഹമൂർത്തി ഭൂമിയെ കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ആ വരാഹമൂർത്തിയെ ദേവന്മാരൊക്കെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട് അവിടെ. 12 ശ്ലോകമാണ് അവിടെ സ്തുതി. 12 ശ്ലോകത്തിൽ ആ സ്തുതി. ഭാഗവത്തിലെ പ്രധാനപ്പെട്ട പല സ്തുതികളും 12 ശ്ലോകമാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രധാനപ്പെട്ട സ്തുതികൾ പലതും 12 ശ്ലോക. ഇനി ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുമ്പോഴും 12 ശ്ലോകത്തിലാണ്. ഇവിടെയും 12 ശ്ലോകത്തിലാണ് സ്തുതി. ജിതം ജിതം ദേ ജിതയജ്ഞഭാവന ത്രയം തനും സ്വാം പരിധുന്വതേ നമ യദ്രോമഗർത്തേഷു നിലുല്ലരധ്വരാ തസ്മൈ നമ കാരണസൂകരായതേ. കാരണസൂകരായ അവിടുന്ന് ഈ പ്രപഞ്ച സംസ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോക സംസ്ഥാപനത്തിന് വേണ്ടി അവിടുന്ന് കാരണസൂകരനായി, സാധാരണ ഒരു വരാഹല്ല, അവിടുന്ന് കാരണസൂകരനായിട്ട് അവതരിച്ച ആളാണ്. രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ യഥധ്വരാത്മകം. അവിടുത്തെ ശരീരം യജ്ഞസ്വരൂപമാണെന്ന് പറയാണ്. അതുകൊണ്ട് ഈ വരാഹമൂർത്തിക്ക് യജ്ഞവരാഹമൂർത്തി എന്നും കൂടെ പേരുണ്ട്. ഈ വരാഹമൂർത്തിയുടെ ശരീരത്തിലെ രോമങ്ങളാണത്രേ കുശ, ദർഭ തുടങ്ങിയിട്ടുള്ള പുല്ലുകളായത്. അതേപോലെ വരാഹമൂർത്തിയുടെ ത്വക്കാണ് ഛന്ദസ്സുകളെന്നാണ്. ഇപ്പോൾ ഓരോ ശ്ലോകം എടുത്ത് ഞാൻ വ്യാഖ്യാനിക്കില്ല, അതിൻ്റെ അർത്ഥം പറയാം. അവിടെ ഒരു 20 കാര്യങ്ങൾ പറയുന്നുണ്ട്. യജ്ഞവുമായിട്ട് ബന്ധപ്പെടുത്തി 20 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മേൽപ്പത്തൂര് അതിൽ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മേൽപ്പത്തൂര് അതൊന്ന് ചുരുക്കി. ത്വജിച്ഛന്തോ രോമസ്വഭി കുശഗണചക്ഷുഷികൃതം ചതുർഹോദാരോഘ്രൗ സ്രഗവിവദനേ ചോദരയിടവോ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദ. അത് 13-ാമത്തെ ശ്ലോകത്തില് 9-ാമത്തെ ശ്ലോകത്തില് ഈ യജ്ഞവരാഹത്തിന് വർണ്ണിക്കുന്നുണ്ട്. അപ്പം അതിൽ ഭഗവാന്റെ ത്വക്ക് വെച്ചാൽ തൊലി, അതാണത്രേ ഛന്ദസ്സുകൾ. വേദങ്ങളിൽ പ്രധാനമായിട്ടും 7 ഛന്ദസ്സുകളാണ്. ഗായത്രി പറഞ്ഞിട്ടുള്ള 7 ഛന്ദസ്സുകളാണ്. ഈ ആയുർവേദ ശാസ്ത്രത്തിലൊക്കെ ഈ ത്വക്കിനും 7 അടുക്കുകളുണ്ടെന്നാണ്. നമ്മൾ ഈ പുറമേ കാണുന്ന തൊലിയല്ല, അത് 7 അടുക്കുകളോട് ചേർന്നാണ് ഈ ത്വക്ക്. അപ്പം അതാണ് അവിടെ ത്വജിച്ഛന്തോ. അതുപോലെ രോമം, കുശ, ദർഭ തുടങ്ങിയിട്ടുള്ള പുല്ലുകളാണ് വരാഹമൂർത്തിയുടെ ശരീരത്തിലെ രോമങ്ങളെന്നാണ്. അതുപോലെ ഭഗവാന്റെ കണ്ണാണത്ര ആജ്യം. ആജ്യം വെച്ചാൽ നെയ്യ്, ഹോമത്തിന് ഉപയോഗിക്കുന്ന ആജ്യം. അതുപോലെ ഭഗവാന്റെ വരാഹമൂർത്തിയുടെ 4 കാലുകളാണ് യാഗത്തിന്റെ ആ യാഗകുണ്ടത്തിന്റെ 4 ഭാഗത്തിരിക്കുന്ന ഹോതാക്കളെന്നാണ്. അതുപോലെ വദനമാണ് സുർക്കെന്നാണ്. സുർക്ക്, സ്രുവം, ഇങ്ങനെ ഹോമത്തിനൊക്കെ നെയ്യും ഹവിസൊക്കെ ഇല്ലേ, സുർക്സുവാദികൾ, ഇതൊക്കെ ഭഗവാന്റെ മുഖമാണത്രേ. അതുപോലെ ഉദരമാണ് ഇട, പുരോടാശം വയ്ക്കുന്ന പാത്രം ഭഗവാന്റെ ഉദരാണെന്നാണ്. ജിഹ്വയാണത്രേ സോമരസം വയ്ക്കുന്ന പാത്രം, നാക്ക് സോമരസം വയ്ക്കുന്ന പാത്രം. കർണം ചമസ. ചമസ എന്ന് വെച്ചാൽ ഈ സംവാദം എന്ന് പറയും. യാഗത്തിന് ഹോമിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ പ്രസാദം എടുത്ത് വയ്ക്കുന്ന അത് ഇതാണത്രേ. അതുപോലെ വീര്യമാണ് സോമ. ഗളമാണ് ഉപസത്തുക്കൾ. ഉപസത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം യാഗവിശേഷങ്ങളാണ്. ഇപ്പം ഈ വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയായിട്ട് സ്തുതിക്കുകയാണ്. ആ വരാഹമൂർത്തിയാണ് ഭൂമിയെ ഉദ്ധരിച്ചതെന്നൊരർത്ഥം. അതെന്താ അർത്ഥം? ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലുള്ള കാമമാണ്. കാമം ഭൂമിയെ അധപ്പതിപ്പിക്കും, യജ്ഞഭാവന ഭൂമിയെ ഉയർത്തും. വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയെ ഉദ്ധരിച്ച ഈ ചരിത്രം ഇത് വളരെ പുണ്യമായിട്ടുള്ളൊരു ചരിത്രം എന്ന് പറയും. അത് കേട്ട് കഴിഞ്ഞാൽ സകല പാപങ്ങളും തീരും. ഈ വരാഹമൂർത്തിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും യജ്ഞമയമായിട്ട് മാറുന്നർത്ഥം. നമ്മുടെ കർമ്മങ്ങളൊക്കെ യജ്ഞസ്വരൂപമായിട്ട് മാറും. അതുകൊണ്ടാണ് യജ്ഞവരാഹ എന്നൊരു പേര്. അവസാനം പറയും, കോനാമലോകേ പുരുഷാർത്ഥസാരവിൽ പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർഭവാവഹാം അഹോ വിരജ്യേത വിനാനരേതരം. ഈ പുണ്യം നിറഞ്ഞ ഈ കഥ ഭക്തന്മാർക്കൊക്കെ ഏറ്റവും ആസ്വാദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാഹാവതാര ചരിത്രത്തോടുകൂടി ഞാനൊരു ഓട്ടോപ്രദർശനം നടത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓരോ അധ്യായങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ സമയപരിമിതി കൂടി നോക്കണമല്ലോ. അപ്പം അങ്ങനെ ആത്മകൽപ്പത്തിലെ സൃഷ്ടി പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് വരാഹാവതാരം പറഞ്ഞത്. അപ്പം ഇനി വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഹിരണ്യാക്ഷൻ എന്നുള്ള ചോദ്യം വരികയാണ്. അപ്പം ഇനി അടുത്ത അധ്യായത്തിൽ പിന്നെ ഹിരണ്യാക്ഷൻ്റെ ചരിത്രം പറയാനിടയായത് അങ്ങനെയാണെന്ന് അർത്ഥം. അപ്പം ഏതായാലും വളരെ കുറച്ച് സമയം കൊണ്ടൊരു ഓട്ടോപ്രദർശനം നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഭാവം നമ്മുടെ മനസ്സിലും വരിക. എപ്പോഴാണോ നമ്മളുടെ മനസ്സ് കാമം കൊണ്ട് അധപ്പതിക്കുന്നത്, അപ്പോൾ യജ്ഞഭാവന കൊണ്ട് മനസ്സിനെ ഉയർത്താൻ ആ വരാഹമൂർത്തിയായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. കായേന വാചാ മനസേന്ദ്രിയർവാ
ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശരി.